എല്ലാവർക്കും നമസ്കാരം. മഴ ഒരു എല്ലാ ഭാഗത്തും മഴയുണ്ട് എന്നാണ് കേൾക്കുന്നത് അല്ലേ? നല്ല മഴയുടെ ഒരു സമയമാണ് ഇപ്പോ. ഇവിടെ ഒന്ന് കുറച്ച് നേരമായിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവുന്ന ഒരു സമയമാണ്. ഫൈസൽ സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചില ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുന്നത് അത് നമ്മൾ ട്രെയിനിങ് എന്നുള്ള ഒരു വിഷയങ്ങൾ മാത്രമല്ല, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ വാല്യൂ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു 10-20 പേര് അല്ലെങ്കിൽ 10-30 പേര് ഇത് കേൾക്കുമ്പോൾ എത്ര പേരിലേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമുക്കൊരു ഡയറക്റ്റ് സെഷനൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കിട്ടും. പക്ഷെ ഓൺലൈൻ സെഷൻ ആകുമ്പോൾ നമുക്ക് എത്രത്തോളം നിങ്ങൾക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് അവിടെ ഉണ്ടാകും, കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ പല കാര്യങ്ങളുണ്ടാവും, ജോലി തിരക്കിന്റെ ഇടയിലായിരിക്കാം. അപ്പൊ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരിക്കലും നമ്മളൊരു നോട്ട് ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു എന്തൊരു ക്ലാസ് ലെക്ചറിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം. അപ്പൊ അവിടെ ആ ഒരു കാര്യങ്ങൾ എല്ലാവരുടെ ധാരണയിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ കഴിവിന്റെ പരമാവധി ആർക്കെങ്കിലും ഒന്ന് ഫേസ് കാണിച്ചിട്ട് തന്നെ ഇരിക്കാൻ പറ്റുമെങ്കിൽ, ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിന് കുറച്ചുകൂടി വാല്യൂ കൊടുക്കുക, കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാൻ കുറച്ചുകൂടി ബേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫേസ് കാണിച്ച് സംസാരിക്കുമ്പോൾ എന്താണ് പറയാ, ഒന്ന് മുമ്പോട്ട് എല്ലാ ആളുകൾക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇന്നർ മോസ്റ്റ് ഉള്ളതും ഒരു മിനിറ്റ്. ഓക്കെ, ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റം എന്താണെന്നുള്ളതും നമ്മൾ കോർ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യണം എന്നുള്ളതിനൊക്കെ പറ്റി നമ്മൾ ഒരു ക്ലാസ് വെബിനാറിൽ ടൈമിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് അത് കേൾക്കാത്തവരൊക്കെ കാണും ഇതിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റിപ്പീറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഒരിക്കലും ആദ്യം കേട്ടവർക്ക് കുറച്ച് പുതിയ കാര്യങ്ങൾ അതിലുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ നമുക്ക് നമ്മുടെ ഈഗോ, അതുപോലെ തന്നെ ക്രിറ്റിസിസം, ഗിൽറ്റ് ഫീല് വരിക, ഫിയർ, പേടി, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത്? ബിലീഫ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അല്ലെ, നമ്മളൊക്കെ ഓരോ പ്രശ്നങ്ങളെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളൊക്കെ ഒരു പസില് പോലെയാണ്. ചില ആളുകൾ പറയാറുണ്ട് അല്ലെ, പസില് പോലെയാണ്. ഓരോ പ്രശ്നങ്ങൾ വരുന്നു, അതിന് സൊല്യൂഷൻ കാണുന്നു, നെക്സ്റ്റ് പ്രോബ്ലം വരുന്നു, അതിന് സൊല്യൂഷൻ കാണുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സൊല്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഈ രീതിയിലേക്ക് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക, ഇതാണ് നമ്മുടെ ജോലി. അപ്പൊ ഇതിൽ ട്രെയിനേഴ്സ് ഉണ്ടാവും, കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, കപ്പിൾ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, ഒരുപാട് പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ എല്ലാ ആളുകൾക്കും നമ്മുടെ മെയിൻ ബേസിക് ആയിട്ടുള്ള സിസ്റ്റം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഒരു സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരെ സെർവ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മറന്നു പോകുന്നുണ്ട്, നമ്മളെ സെർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ എങ്ങനെ സെർവ് ചെയ്യുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. നമ്മൾ മറ്റുള്ളവരെ നന്നായിട്ട് സെർവ് ചെയ്യുന്നുണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ അതിലൊരു കോംപ്രമൈസും ചെയ്യുന്നുണ്ടാവില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ബട്ട് നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. അവിടെയാണ് ശരിക്കും ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ശരിക്ക് ഒരു പോയമുണ്ട്, ഒരു പോയറ്റ് എന്ന് പറയുന്ന ഒരു പാബ്ലോ നെറൂദ എന്ന് പറഞ്ഞ ഒരു ആള് എന്താണ്, ചിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ്, അതുപോലെ തന്നെ പോയറ്റ് ആണ്. അപ്പൊ പുള്ളിയുടെ ഒരു പോയത്തില് പറഞ്ഞൊരു കാര്യമുണ്ട്, വെൻ ഐ ലവ്ഡ് എമംഗ് ദ റൂട്ട് ദേ പ്ലീസ്ഡ് മീ മോർ ദാൻ വാട്ട് ഫ്ലവേഴ്സ് ഡു. അതായത് ഞാൻ ഈ റൂട്ടിനെ വേരുകളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. കാരണം അവരാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഫ്ലവേഴ്സിനെ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന രണ്ട് വേർഡ്സ് ഉണ്ട്, റൂട്ടും ഫ്ലവേഴ്സും. എന്താണ് റൂട്ട്, എന്താണ് ഫ്ലവേഴ്സ്? അല്ലെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും, ഡീറ്റെയിൽ ചെയ്യുന്നുണ്ടാവും, ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും.
നമ്മൾ ഫാമിലിനെ സെർവ് ചെയ്യുന്നുണ്ട്, അച്ഛനമ്മമാരെ നോക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, അസൂയ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞുനാൾ മുതൽ നമ്മുടെ ഒരു അഡൽട്ട് ലൈഫ് വരെ നമ്മൾ അനുഭവിച്ച ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാം, സന്തോഷങ്ങൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, ഹാപ്പിനെസ്, പല തരത്തിലുള്ള ഹാപ്പിനെസ്സുകൾ ഉണ്ടാവാം. ഇതൊക്കെ ശരിക്കും എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ അതായത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്യൂച്ചറിനെ റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പൊ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇന്നമോസ്റ്റ്. നമ്മൾ എന്താണ് കോർ ബിലീഫ് സിസ്റ്റം? നമുക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മളൊക്കെ ചില ആളുകൾ പറയാണ്ട് ഞാൻ ഇന്ന പോയിന്റിൽ സ്റ്റക്കായി കിടക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവിടെ സ്റ്റക്കായി കിടക്കും, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അവിടെ എനിക്കിങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പേടിയാണ്, ഇരുട്ട് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ നെഗറ്റീവ് ഫീൽ വരികയാണ്, അയാൾക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിനോട് എനിക്ക് കൃത്യമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എവിടേക്കോ ലൈഫിൽ സ്റ്റക്കായി കിടക്കുകയാണ്, എവിടേക്കോ നമ്മുടെ പ്രോബ്ലംസ് ഇങ്ങനെ നമ്മൾ മുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നമുക്കത് ശരിക്കും എന്ത് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും വേറൊരാൾക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മുമ്പിൽ വരുന്ന ക്ലയൻസ് അവർക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഡോക്ടറെ, പക്ഷെ പറയാൻ പറ്റുന്നില്ല, എവിടെ തുടങ്ങണം എന്നറിയില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനം, അതായത് എവിടെയാണ് നമ്മൾ പ്രശ്നം കിടക്കുന്നത്, എന്താണ്, എങ്ങനെയാണ്, ഏതൊക്കെ ലെവലിൽ നമ്മൾ സ്റ്റക്കായി കിടക്കുന്ന ഒരു ലൈഫാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റുള്ളവർ അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നതും, അല്ലെ? അപ്പൊ എങ്ങനെയാണ് ഒരു 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 ജീവിതത്തിൽ കോർ ബിലീഫ് സിസ്റ്റം, ഒരു മനുഷ്യന്റെ കോർ ബിലീഫ് സിസ്റ്റം എന്താണെന്നുള്ളത് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കോർ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുറമേക്ക് കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ പുറമേക്ക് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? നമുക്ക് ബ്രെയിനിൽ നമ്മൾ പുറമേക്ക് കാണുന്നതും ഹാർട്ടിന്റെ പുറമേക്ക് കാണുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് കോർ ബിലീഫ്. അതായത് ഒരു ചൈൽഡ്ഹുഡ് മുതൽ തുടങ്ങാം. ഒരു കുട്ടി ജനിച്ച മുതൽ ഈ കോർ ബിലീഫ് സിസ്റ്റം ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും കുട്ടികൾ ജനിക്കുന്ന സമയത്ത്, അല്ലെ? ആ കുട്ടിയുടെ മുമ്പിൽ ഒന്നുമില്ല, ആ കുട്ടിയുടെ മുമ്പിൽ നമുക്ക് പേടിയില്ല, എല്ലാത്തിനും കുട്ടിക്ക് ധൈര്യമാണ്. അത് നമ്മളിപ്പോ നമ്മളൊരു ഒരു കുട്ടിനോട് പറയാണ്, കുട്ടിനെ ഒരു സ്നേഹം, ലവ് എന്ന് പറയുന്ന സാധനം കുട്ടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സന്തോഷം കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെ എന്താണ് ഒരു ചൈൽഡ്ഹുഡിൽ നമ്മൾ കുട്ടികൾ ജനിച്ച ഉടനെ അവരുടെ ലൈഫിൽ അവർ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അവരുള്ളിൽ അവരൊന്നുമില്ല, അവർ പിന്നെ ആർജിച്ചെടുക്കുകയാണ്, അവർ പഠിച്ചെടുക്കുകയാണ്. അതായത് അവർ വിരിയുന്ന പൂവിനെ പോലെയാണ്. ആ വിരിയുന്ന പൂവ് ഭയങ്കര സുഗന്ധം ഉണ്ടാക്കും, അല്ലെ? നല്ല മണം ഉണ്ടാക്കും, നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ബ്ലിസ് ഫീല് നമുക്ക് വരും, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. ആ ഒരു ലൈഫാണ് കുട്ടികൾ ജനിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ജനിച്ച സമയത്ത് നമ്മൾ ഓരോന്നും ഭയങ്കര ഇഷ്ടമാണ്. കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്, മൂക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെവി ഭയങ്കര ഇഷ്ടമാണ്, നമ്മളെ തന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കണ്ണാടിയിൽ കാണുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് ചിരിക്കും, അല്ലെ? നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ എല്ലാത്തിലും നമ്മൾ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇഷ്ടമില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അതെല്ലാവരും അറിയുകയും ചെയ്യും. നേരെ മറിച്ച് ഇഷ്ടം കൂടിയാലോ അത് നമ്മൾ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. അതായത് ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു, സങ്കടം വന്നു കഴിഞ്ഞാലും നല്ല സങ്കടത്തിലായിരുന്നു, നമ്മളെല്ലാം ഭയങ്കര പീക്ക് ലെവലിലായിരുന്നു കുട്ടി. കാരണം അവിടെ ഒന്നുമില്ല, ഉള്ളിലോട്ട് എടുത്തു വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എടുത്തു വെച്ച് സഹിച്ച് സഫർ ചെയ്ത് ജീവിക്കേണ്ട ഒരു സിസ്റ്റം കുട്ടികളിലില്ല. അവരെല്ലാം പുറത്തോട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. കാരണം അവർ ഉള്ളിലേക്ക് എടുത്തു വെക്കുക എന്ന് പറയുന്ന സിസ്റ്റം അവർക്ക് കോൺഷ്യസ്ലി ഉണ്ടായിരുന്നില്ല. പിന്നെ അത് വളർന്നു വന്ന് തുടങ്ങുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈവൻ നമ്മൾ ചില കുട്ടികൾ ചില ഒരു പാമ്പർ യൂസ് ചെയ്യാം, മൂത്രം ഒഴിച്ചാലോ അല്ലെങ്കിൽ ഒരു മോശം പോയാലും അതിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമുക്ക് കാണാം. അതായത് അതുപോലും അവർക്ക് ബുദ്ധിമുട്ടില്ല, അതുപോലും അതിനെപ്പോലെ അവർ ഇഷ്ടപ്പെടുന്നു എന്നാ പറയാം. അതൊന്നും അവർക്കൊരു യാതൊരു പ്രോബ്ലം അല്ല. അത്രത്തോളം മൈൻഡ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് നിന്ന് ഒരു അഡൽട്ട്ഹുഡിലോട്ട് എത്തുന്ന സമയത്ത്, ഒരു 20, 25, 30 വയസ്സാകുന്ന സമയത്ത് നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ഈ ബിലീഫ് സിസ്റ്റം ആണ് ശരിക്കും അതിനെക്കുറിച്ചാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് കാണുന്നു എന്ന് പറയുമ്പോഴും ഈ പ്രോബ്ലംസ് ഒക്കെ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നോ? അതോ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ചിന്തകൾ മാത്രമായിരുന്നോ? ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. കാരണം
നമുക്കൊരു ഒരു ഒരു ചെറിയ ജീവിതം ഒരു 5 വയസ്സിൽ അല്ലെങ്കിൽ 10 വയസ്സിൽ ഈ സമയത്തൊക്കെ നമ്മുടെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടിരിക്കുന്ന ബിലീഫ് സിസ്റ്റത്തിലോട്ട് ആളുകൾ എന്തൊക്കെ തരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കുട്ടികളെ കാണുന്ന സമയത്ത് ചില പാരന്റിങ്ങിലൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുന്ന പറയുന്ന ഒരു കാര്യമാണ്, നിന്നെ ഈ കുടുംബത്തിലുള്ള ഒരാളല്ല ഈ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന കുട്ടികൾ കളിയാക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ നിന്നെ എന്താ പറയാ വെറുതെ ഇവിടുന്ന് പുറത്തുനിന്ന് ആളുകളിൽ നിന്ന് മേടിച്ചതാണ്, നിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്, നീ കുടുംബത്തിലുള്ളതല്ല, നീ അനിയനല്ല, കണ്ടില്ല നിനക്ക് നിറം കുറവാണ്, ഞങ്ങളൊക്കെ നിറം കൂടുതലാണ്, എങ്ങനെയൊക്കെ പറഞ്ഞ് തമാശയിലൂടെ, അതായത് ഒരു 2 വയസ്സിലോ 3 വയസ്സിലോ കുട്ടികൾക്ക് മനസ്സിലാവുന്ന സമയത്തോ അല്ലെങ്കിൽ 4 വയസ്സിലോ 5 വയസ്സിലോ ഒക്കെ തുടങ്ങുന്ന ഒരു കോഗ്നേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് കാര്യങ്ങളുടെ ഒരു കുറച്ചൊക്കെ ഇത് ഞാനാണ്, ഇതെന്റെ ബ്രദറാണ്, ഇതെന്റെ സിസ്റ്ററാണ്, ഇത് അമ്മയാണ്, അച്ഛനാണ്, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയും അതിനോടൊക്കെ ഇമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. ഒരു 4 വയസ്സ് 5 വയസ്സ് ഈ സമയത്തൊക്കെ നമ്മൾ പറയാണ് കുട്ടീനെ നമ്മൾ തട്ടാനിരുന്ന് എടുത്തു പോകുന്നതാണ്, നമ്മൾ വലിച്ചെറിഞ്ഞതാണ്, കുപ്പത്തൊട്ടിയിൽ നിന്ന് എടുത്തു പോകുന്നതാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുട്ടികളടുത്ത് പറയുന്ന സമയത്ത് അവരിൽ ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ ഞാൻ പറയാണ്, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ്, ആ ബോട്ടിൽ ഒരു വെള്ളം വെച്ചിട്ട് ഒരു ബോട്ടിൽ ഞാൻ ഇവിടെ വെക്കുകയാണ്, ഈ ബോട്ടിൽ വെള്ളത്തിൽ കുടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ എല്ലാവരും നമുക്കൊക്കെ ഒരു അത്യാവശ്യം പ്രായമുള്ള ആളുകൾ തന്നെയാണല്ലോ ഇവിടെ ഉള്ളവരൊക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ ബോട്ടിൽ തൊടരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഈ ബോട്ടിൽ തൊടരുത് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ ബോട്ടിലേ തൊടാൻ പാടില്ലാത്തുള്ളൂ, ബാക്കി ഏതെങ്കിലും ബോട്ടിൽ നമുക്ക് തൊടാം അല്ലെങ്കിൽ വെള്ളം കുടിക്കാം, ഈ ബോട്ടിൽ തൊടരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ബോട്ടിൽ തൊടരുത് എന്നാണ്. പക്ഷെ നമ്മൾ കുട്ടികളടുത്ത് പറയുന്ന സമയത്ത് ഒരു 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികളടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ തുടരുത് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഈ ഇമേജ് ആണ് ഫിക്സ് ആവുന്നത്, ഈ ഇമേജ് ആണ് ഇവിടെ വരുന്നത്. ഈ ഇമേജ് ഇവിടെ വരുന്ന സമയത്ത് കുട്ടികൾക്ക് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാലും അവരിത് ചെയ്യും, അവർ പിടിക്കാൻ വരും. 2 രീതിയിലാണ് ഇത് മാറുന്നത്. ഒരു രീതി കുട്ടികൾ ഇത് പിടിക്കും, വീണ്ടും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ചെയ്യും. കാരണം അവർക്ക് ഈ ചിത്രം മാത്രമേ ഇമേജിലോട്ട് വരുന്നു, വിഷ്വലൈസേഷൻ വരുന്നുള്ളൂ. ചെയ്യരുത് എന്നുള്ള വാക്കിന് വാല്യൂ ഇല്ല അവർക്ക്. കാരണം അവർ ബ്രെയിൻ കറക്റ്റ് ആയിട്ട് പറയുന്ന രീതിയാണ്. അതാണ് നമ്മൾ ചില കുട്ടികളൊക്കെ പറയണ്ടല്ലോ, എത്ര പറഞ്ഞാലും അനുസരണല്ല, നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം തന്നെ അവർ ചെയ്യുള്ളൂ എന്ന് പറയും. കാരണം നമ്മൾ എപ്പോഴും പറയുന്നത് ചെയ്യരുത് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പറയാത്തതിന്റെ പ്രശ്നമാണ്. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് അവർ ചെയ്യും, പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതും അവർ ചെയ്യും. കാരണം നമ്മൾ എക്സാമ്പിൾ പറയാറുണ്ട്, ആനയെ പറ്റി ചിന്തിക്കരുത് എന്ന് പറയുമ്പോഴേക്കും നമ്മളെ തലയിലൊക്കെ ആന എന്ന് പറഞ്ഞൊരു ഇമേജ് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് കുട്ടികൾ നമ്മൾ പറഞ്ഞ സമയത്ത് ഇത് തൊടരുത്, അവർക്ക് ഈ ഇമേജേ വരുന്നുള്ളൂ, അവർ വീണ്ടും അതിനെ പിടിക്കാനും തൊടാനൊക്കെ ശ്രമിക്കും. അതൊരു രീതി. രണ്ടാമത്തെ രീതി, കുട്ടികൾ നമ്മൾ പറയാം ഇത് തൊടരുത് എന്ന് പറയുമ്പോൾ അവരുള്ളിൽ ഇങ്ങനെ ഒരു ഇമേജുള്ള ഒരു സാധനത്തിലൊന്നും തൊടരുത്. ഇതിൽ മാത്രമല്ല, ഇതിലുള്ള ഒരു സാധനം വേറെ കാണുന്ന തരത്തിൽ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു അറിവായിരിക്കും അവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോട്ടിലൊന്നും തുടരുത് എന്നുള്ള അറിവായിരിക്കും കിട്ടുന്നത്. അങ്ങനെ നമ്മൾ പറയുന്ന ഓരോ വാക്കിലും ഒരു വാല്യൂ ഉണ്ട്. അപ്പൊ കുട്ടികൾ ചുമരിലൊക്കെ വരക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അത് വരക്കരുത് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒന്നുകിലും അതിൽ വരക്കും, അല്ലെങ്കിൽ ഒന്നിലും വരക്കാതിരിക്കും. 2 രീതിയാണല്ലേ. നമ്മൾ പെട്ടെന്ന് ചീത്ത പറയും, കുട്ടികൾ ചുമരിലൊക്കെ വരക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് അത് അവിടെ വരക്കല്ലേ, വൃത്തികേടാക്കല്ലേ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു വൃത്തികേടായിട്ടല്ല തോന്നുന്നത്, അവർക്ക് ഇതൊക്കെ രസമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ അവരുടെ ഉള്ളിൽ നമ്മൾ വൃത്തികേട് എന്ന സാധനം കൊടുത്തതോടെ ഈ ചെയ്യുന്നതെല്ലാം വൃത്തികേടാണ്. കാരണം അവർക്ക് അറിയില്ല, അവർ മനസ്സിലാക്കിയില്ല ചുമരിൽ വരക്കുന്നതാണ് വൃത്തികേട്, നോട്ട്സിലും പേപ്പറിലൊക്കെ വരക്കാം എന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. അത് നമുക്ക് കിട്ടി, നമുക്കത് മനസ്സിലായി. പക്ഷെ കുട്ടികളിലേക്ക് വരക്കല്ലേ, അത് വൃത്തികേടാക്കല്ലേ എന്നുള്ള വേർഡ് ആണെങ്കിൽ കിട്ടുന്നെങ്കിൽ അവർക്ക് ഈ ചിത്രം വരക്കുന്നതെല്ലാം വൃത്തികേടായിട്ട് മാറും, അല്ലെങ്കിൽ അവർ കൂടുതൽ വരക്കാൻ ശ്രമിക്കും. കാരണം വരക്കുക എന്ന് പറയുന്ന വിഷ്വലൈസേഷൻ അവർക്ക് വരുള്ളൂ. അപ്പൊ ഈ 2 രീതിയിലാണ് കുട്ടികളിലെ ഈ ബിലീഫ് സിസ്റ്റത്തിലൂടെ ഇത് കയറുന്നത്. ഇങ്ങനെ നമ്മൾ കുട്ടികളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, അവരത് നമ്മൾ ബ്രെയിന് തമാശ ഇല്ല എന്നാണ് അല്ലെ, തലച്ചോറിനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തില്ല, തമാശകളില്ല. ഒരു ജസ്റ്റ് കിഡിങ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നുമില്ല. പറയുന്നത് അതുപോലെ മനസ്സിലാക്കാനും എഴുതി വെക്കാനേ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബിലീഫ് സിസ്റ്റത്തിൽ ഈ വരുന്നത് എല്ലാതും എന്താണ്, ഇങ്ങനെയുള്ള രീതിയിലുള്ള വേർഡ്സുകളും ഇങ്ങനെയുള്ള കമാൻഡുകളായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ നേർച്ചർ ചെയ്യുന്നത്, ഇതാണ് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്നത്, ഇതാണ് നമ്മളെ വളർത്തുന്നത്. ഇങ്ങനെ വളർന്നു വരുന്ന നമ്മളിൽ 5 വയസ്സിൽ 10 വയസ്സിൽ 15 വയസ്സിൽ സ്കൂൾ കാലഘട്ടങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവാം,
പല ചീത്ത വിളികളും നമ്മളെ ബുള്ളിയിങ്ങും നമ്മുടെ കഷ്ടപ്പെടുത്തലുകളും നമ്മുടെ എന്താണ് നെഗറ്റീവ് സൈഡുകളൊക്കെ നമ്മളിങ്ങനെ കണ്ട് 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 വളർന്നതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന വിശ്വാസങ്ങൾ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ ആ വിശ്വാസങ്ങൾ പലതും ആവാം. ആ വിശ്വാസങ്ങൾ ചിലപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാണ്, നിങ്ങൾക്ക് ഒരു കൈ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഒരു 10 വയസ്സിലൊക്കെ കൈ നോക്കിയിട്ട് പറയാണ്, ഒരു ഡോക്ടർ ആവാനുള്ള ഭാഗ്യമുണ്ട് നിനക്ക്. ചിലപ്പോൾ വെറുതെ പറഞ്ഞതായിരിക്കും. ഇയാളുടെ ഒരു വിശ്വാസത്തില് ഈ ഡോക്ടർ ആകും എന്നുള്ളൊരു ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരു 10-20 വയസ്സാകുമ്പോഴേക്കും ചിലപ്പോൾ എൻട്രൻസ് എഴുതാൻ പറ്റും. കാരണം അത്രത്തോളം വീക്ഷണത്തിലൂടെ ഇയാൾ പോയിട്ടുണ്ടാവും. സ്ഥിരമായിട്ട് ഇയാൾ പറഞ്ഞതാണ് ഡോക്ടർ ആവും, അതുകൊണ്ട് ഡോക്ടർ എന്താവും. അതേപോലെ തന്നെ നെഗറ്റീവും സംഭവിക്കാം. ഇനിയൊരു 10 വർഷത്തേക്ക് സമാധാനം ഉണ്ടാവില്ല, അല്ലെ ഇനിയൊരു 10 വർഷത്തേക്ക് ഇതുണ്ടാവില്ല എന്നൊരാൾ പ്രവചിക്കുമ്പോൾ ഈ കുട്ടികളുടെ മനസ്സിൽ ഇതിലൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ബിലീഫ് സിസ്റ്റത്തിലോട്ട് നമ്മൾ പോലും അറിയാണ്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ചു തുടങ്ങുന്നതിന്റെ ഒരു ഭാഗം നമ്മൾ കാണുന്നതാണ്. നമ്മളൊരു പൂന്തോട്ടമൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് പൂക്കളുണ്ട്. ഈ പൂക്കൾ കാണാൻ ഭയങ്കര രസമാണ്. പക്ഷെ ഈ പൂക്കൾ ഉണ്ടാക്കിയ ഒരാൾക്ക് മാത്രമാണ് ഇതിന് വാല്യൂ ഇവിടെ കിടക്കുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിന് വാല്യൂ കിടക്കുന്നത് എവിടെയാണ്? റൂട്ടിലാണ്. അപ്പൊ റൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെയാണ് ഇവിടെ നമ്മൾ ഈ പോയറ്റിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഈ വേരുകളെയാണ് അയാൾ സ്നേഹിക്കുന്നത്. കാരണം നല്ല രീതിയിലുള്ള പുഷ്പങ്ങൾ തരുന്നത് വേരുകളാണ് എന്ന് പറയുന്ന ഒരു കാവ്യം. വേരുകൾ, നമ്മൾ ഉള്ളിൽ ഉണ്ടാവുന്ന നമ്മുടെ വേരുകൾ ഉണ്ടല്ലോ, ഈ വേരുകളെ നന്നാക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് നല്ല പുഷ്പങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നർമോസ്റ്റ് സെൽഫ് ഇമേജ് അല്ലെ ഇന്നർമോസ്റ്റ് ബിലീഫ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ബിലീഫ് സിസ്റ്റത്തിനെ നല്ല വേരുകളായിട്ട് നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പുഷ്പങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ ഇന്നർമോസ്റ്റ് ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഓരോന്ന് ടോപ്പിക്കായിട്ട് പറയാനുള്ള സമയമല്ല. സോ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ആഡ് ചെയ്ത് പറയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കാര്യം, ഒരൊറ്റ ടോപ്പിക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്ന് ഇന്നർ ചൈൽഡ്, അതുപോലെ തന്നെ ഇന്നർ സെൽഫ് ഇമേജ്. ഈ ടോപ്പിക്കിനൊക്കെ നമ്മളൊരു ഓൾറെഡി സംസാരിച്ച ഒരു ടോപ്പിക്കുകളാണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ഈ റൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞില്ല റൂട്ടിലാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പൊ നമ്മൾ റൂട്ടിൽ ഒരാൾക്ക് ഈഗോ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഈഗോ ഉള്ള ആളുകളൊക്കെ നമുക്കറിയാം. ഈഗോ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ്? ഈഗോ എന്ന് പറയുന്നത് സെൽഫിലോട്ട് പോവുകയാണ്. അപ്പൊ സെൽഫിലോട്ട് അറ്റാച്ച്ഡ് ആവുക എന്ന് പറയുന്നതാണ് ശരിക്ക് ഈഗോ. ഞാൻ എന്നിലേക്ക് അറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ 100-110% ഞാൻ എനിക്ക് തന്നെ കൊടുക്കുമ്പോൾ അത് ശരിക്കും സെൽഫിഷ്നെസ് വരും. ആ സെൽഫിഷ്നെസ്, ഞാൻ എന്നോടുള്ള തീവ്രത, എക്സ്ട്രീമിസത്തിലോട്ട് നമ്മൾ പോകും. ആ എക്സ്ട്രീമിസത്തിലോട്ട് പോകുമ്പോഴാണ് അതിന് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാത്തിലും നമ്മൾ മനുഷ്യന്മാർ പൊതുവെ ഈഗോ ആണ്, എല്ലാവരും ഈഗോ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ എല്ലാവരും ഈഗോ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഈ ടോപ്പിക് കഴിയുമ്പോഴേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈഗോ ശരിക്ക് 2 രീതിയിലുമാണ് മോസ്റ്റ്ലി അത് പറയാൻ പറ്റുക. ഒന്ന്, ഒരു സുപ്പീരിയറിറ്റി ഈഗോ ഉണ്ട്. 2, ഒരു ഇൻഫീരിയറിറ്റി ഈഗോ ഉണ്ട്. സുപ്പീരിയറിറ്റി ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഓക്കെ ആണ്, നിങ്ങൾ ആരും ഓക്കെ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്ലിയർ ആണ്, ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു കുറവുകളുണ്ട് അല്ലെ. ചില കേസുകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സോ ഒരു കോച്ചോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡിഗ്രി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തോന്നും നമ്മൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെയോ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവർക്കൊന്നും അത് കിട്ടിയിട്ടില്ല, അവരൊന്നും ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട്, ഒരു ചെറിയ പോയിന്റിലോട്ട് നമ്മൾ പോയാൽ പോലും ഈ ഈഗോ എന്ന് പറയുന്ന ഒരു എക്സ്ട്രീമിസത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആണത്. അതായത് ഈവൻ നമുക്ക് ഒരുപാട് അറിവുണ്ട്, മറ്റുള്ളവർക്ക് അറിവില്ലല്ലോ എന്ന് പറയുന്ന സങ്കടം പോലും ശരിക്കും ഒരു ഈഗോ ആണെന്നുള്ളതാണ് ശരിക്കും അതിനെ പറയാം. കാരണം ഞാൻ കമ്പയർ ചെയ്യാണ് അവിടെ, ഞാൻ എന്നെ വെച്ചിട്ട് മറ്റുള്ളവരെ കമ്പയർ ചെയ്യാണ്, ഞാനാണ് സെന്റർ ഓഫ് പോയിന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ പറയുകയും ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. നേരെ മറിച്ച് ഐ ആം ഓക്കെ, ദേ ആർ ആൾസോ ഓക്കെ, യു ആർ ആൾസോ ഓക്കെ, ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. അതിൽ ശരിക്കും എക്സ്ട്രീമിസത്തിലോട്ട് പോകാൻ പാടില്ല. എക്സ്ട്രീമിസം എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. ചിലപ്പോൾ എന്റെ ഞാൻ പഠിച്ച അറിവുകൾ നോക്കുമ്പോൾ ആ ഡിഗ്രിയിൽ ഞാനായിരിക്കും ചിലപ്പോൾ മേലെ നിൽക്കുന്നത്, ഞാനായിരിക്കും ചിലപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുണ്ടാവുക. പുള്ളി വേറെ ഏതൊരു വിഷയത്തിൽ നല്ല അറിവുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഞാനും ഓക്കെയാണ്, അയാളും ഓക്കെയാണ്.
അപ്പൊ എനിക്കറിയുന്ന കാര്യം ഞാൻ അയാൾക്കും പറഞ്ഞു കൊടുക്കുന്നു, അയാൾക്ക് അറിയുന്ന കാര്യം ഞാനും കേൾക്കുന്നു. ഇവിടെ ഈഗോ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളൊരു ഇന്നർ ചൈൽഡ്, ഏറ്റവും ഒരു കുട്ടി എങ്ങനെയാണോ ജനിച്ചു വന്നപ്പോൾ അയാളുടെ മനസ്സുണ്ടായിരുന്നത്, ആ മനസ്സിനെയാണ് ഇവിടെ ഈഗോയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ആ ഈഗോ ആണ് ഇവിടെ വരുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ഈഗോ എന്നാ പറയുന്നത്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. ഇതൊരു ഈഗോ, ടൈപ്പ് ഓഫ് ഈഗോ ആണ്. പോസിറ്റീവ് ഈഗോ നമ്മൾ പറയാറുന്ന ഒരു പോസിറ്റീവ് സൈഡാണ് അത്. പക്ഷെ ഇവിടെ നെഗറ്റീവ് സൈഡിൽ വരുന്ന പോസിറ്റീവ് ഒരു സുപ്പീരിയർ ഈഗോ ആൻഡ് ഇൻഫീരിയർ ഈഗോ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സുപ്പീരിയർ ഈഗോ, സുപ്പീരിയറിറ്റി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് സുപ്പീരിയറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന, ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണ്, അല്ലെ, ഞാൻ എല്ലാത്തിലും പെർഫെക്റ്റ് ആണ്, മറ്റുള്ളവർ ഓക്കെ അല്ല. അപ്പൊ മറ്റുള്ളവർ ഓക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ അവരോടത്ത് ഭയങ്കര കമ്പനി ആയിരിക്കും നമ്മൾ. കാരണം നമ്മൾ അവരെക്കാളും മേലെയാണല്ലോ. നമ്മളൊരു പ്രൗഡ് ഫീലാണ്. ഞാനിപ്പോ ഒരു കമ്പനിയിൽ ഒരു മാനേജർ ഉണ്ട്, അയാൾ കുറെ സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഈ മാനേജർ ഇങ്ങനെ ഫീൽ ചെയ്യാണ്, ഓ അവര് എന്റെ ഐഡിയാസ് ആണ് ഈ വർക്ക് ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചിട്ടാണ് ഈ നടക്കുന്നത്, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇത് ഓക്കെ ആയത് എന്ന് പറയുന്ന ഭയങ്കരമായ ഒരു ഫീൽ, ഒരു പ്രൗഡ് ഫീൽ അയാൾക്ക് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു, അവരിങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നല്ല സെയിൽസ് ഒക്കെ ഉള്ള ആളുകൾ നന്നായിട്ട് ഇങ്ങനെ എൻകറേജ് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഏതുവരെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും? എന്റെ ലെവൽ വരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. എന്റെ ലെവലിന്റെ മേലോട്ട് പോയി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും, ഈഗോ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അപ്പൊ അവിടെ ഈഗോ എന്ന് പറയുന്നത്, അവിടെ എങ്ങനെ ഈഗോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഓക്കെ, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾ ഓക്കെ ആവാൻ പാടില്ല. ഞാൻ ഓക്കെ ആയ പോയിന്റിലേക്ക് വേറൊരാൾ വരുമ്പോ അയാൾ ഓക്കെ ആവില്ലേ? അതാവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സാധനം അവിടെ അയാൾക്ക് ട്രിഗർ ചെയ്ത് തുടങ്ങും. അതുവരെ അപ്രീഷിയേറ്റ് ചെയ്യും, എന്റെ ലെവൽ വരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അത് എൻകറേജ് ചെയ്യുന്നു, അയാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ഫാമിലിയിലായിരിക്കാം, സുഹൃത്തുക്കളിലായിരിക്കാം. എന്റെ ലെവൽ എത്തുന്നത് വരെ ഞാൻ എൻകറേജ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. അവിടെ വരെ എനിക്ക് ഒരു തരത്തിലും എന്റെ ഈഗോ ഹേർട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്റെ ലെവലിലോട്ട് എത്തിയെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ അവിടെ മുതൽ പിന്നെ എനിക്ക് അയാളടുത്ത് വെറുപ്പ് തോന്നാം, കുറ്റങ്ങൾ പറയാൻ തോന്നാം, അല്ലെ? നമ്മൾ എന്താണ് കേസ് ഉണ്ടായിരുന്നു, ഒരാള് ഇതേപോലത്തെ ഒരു വീഡിയോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കേസ് സ്റ്റഡി പറഞ്ഞതാണ്. അതായത് ഒരു വീട്, രണ്ട് സുഹൃത്തുക്കളായിരുന്നു. ഒരാള് വീട് വെച്ചു, രണ്ടും സ്ത്രീകളായിരുന്നു, ഒരു ഭയങ്കര കൊളീഗ്സ്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ അതിലൊരാൾ വീട് വെച്ചു, നല്ല വീട്. വീട്ട് കൂടുന്ന ദിവസം എല്ലാവരും ക്ഷണിക്കുമല്ലോ. അങ്ങനെ ക്ഷണിച്ച് എല്ലാവരും വീട്ടിലോട്ട് വന്നു. ഈ ഒരു ഫ്രണ്ട് ശരിക്കും ഇയാൾ വീട് വെക്കുന്നു എന്ന് പറഞ്ഞ മുതലേ ഇവരായിട്ട് ഭയങ്കര കണക്റ്റഡ് അല്ല. മെല്ലെ മെല്ലെ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷെ ഇതാണെന്ന റീസൺ ഒന്നും അയാൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ വീടൊക്കെ വെച്ച് എല്ലാവരും വിളിച്ചു, ഇവര് ഹസ്ബൻഡിനൊക്കെ വിളിച്ചു. അങ്ങനെ ഇവരിങ്ങനെ വീട്ടിൽ വരുന്നു, എല്ലാ ഗസ്റ്റുകളും വരുന്നു. ഗസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാം, നല്ല വീടാണ്, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നീ വെച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞു ഇയാൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇയാൾക്കത് പറ്റുന്നില്ല, ഇയാൾക്ക് ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം തോന്നുന്നുണ്ട്, പക്ഷെ കൂടെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് ഇറങ്ങി പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരിങ്ങനെ മാക്സിമം അവിടെ നിന്നു, വീടുകളൊക്കെ പോയി കണ്ടു. കാണാനൊന്നും ആഗ്രഹമല്ല, ഹസ്ബൻഡും കൂട്ടി വലിച്ചു പോയതുകൊണ്ട് കൂടെ ഇങ്ങനെ എല്ലാം ഒന്ന് കണ്ടിങ്ങനെ വന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആ വീട്ടിൽ അവർ സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത്. ആ ഹാഫ് ആൻ അവറിൽ സ്പെൻഡ് ചെയ്ത അത്രയും സമയം പോലും അവരെ ഫ്രണ്ടിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇവർക്കൊന്ന് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ വാഷ്റൂമിൽ പോയി ഇവർ തിരിച്ചു വന്നപ്പോൾ ഇവർ പറയാണ്, ഈ ടൈലിന് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്നുള്ളത്. അതായത് വാഷ്റൂമിലെ ടൈലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒരു ഹാഫ് ആൻ അവർ ആയിട്ട് അതുവരെ അവർ സംസാരിച്ചിട്ടില്ല. അതുവരെ അവർക്കൊരു മോശം പറയാൻ കിട്ടിയില്ല എന്നുള്ളതാണ്, സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാഞ്ഞത്. മോശം പറയാൻ എന്തോ ഒരു സാധനത്തിന് അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മറ്റുള്ളവരെല്ലാവരും, നമ്മൾ ചില പറയാറില്ലേ, ഭാര്യ ഒരു സാമ്പാർ ഉണ്ടാക്കി തന്നു, സാമ്പാറിൽ നല്ല നല്ല അടിപൊളിയാണ്, അത് അടിപൊളിയാണ്, ഇത് അടിപൊളി, എല്ലാവരും ഭയങ്കര പുകയത്തിൽ കൊടുത്തപ്പോൾ ഭർത്താവ് പറഞ്ഞു, കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്, അതൊന്ന് കുറച്ചാൽ നല്ലതായിരിക്കും. കാരണം എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഈഗോ ഹേർട്ട് വരികയാണ്, ഒരു പ്രശ്നം ഉള്ളിൽ എവിടേക്കോ കുത്തല്. അപ്പൊ നമ്മൾ അതിനെ അത് ശരിയായില്ല, അത് നന്നാക്കിയാൽ ശരിയായിരുന്നു, നമ്മൾ വെറുതെ ഒരു കമന്റ് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് സുപ്പീരിയർ ഈഗോ. ആ സുപ്പീരിയർ ഈഗോ എന്ന് പറയുന്നത് നമ്മളെക്കാളും ഒരാൾ വളരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ആ പെയിനെയാണ് ശരിക്കും സുപ്പീരിയർ ഈഗോ എന്ന് പറയുന്നത്. ആ സുപ്പീരിയർ ഈഗോ എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റം ഉണ്ടല്ലോ. ഈ ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റത്തില് ആ ഒരു കുട്ടിക്കാലം മുതൽ അയാൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഇതിനായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. നമ്മൾ കുട്ടികളിൽ നമ്മൾ പറയാണ്, ഒരു അറ്റൻഷൻ സീക്കിംഗ് കുട്ടികളെ നമുക്കറിയാം, അല്ലെ? അറ്റൻഷൻ സീക്കിംഗ്, അവർ അറ്റൻഷൻ സീക്കേഴ്സ് ആണ്. അവർ നമ്മൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകും.
അപ്പൊ ഇങ്ങനെ പറയുന്ന ആളുകൾ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. അതേപോലെ തന്നെ വാലിഡേഷൻ സീക്കിംഗ് ഉണ്ട്. വാലിഡേഷൻ സീക്കിംഗ്, വാല്യൂ വേണം, പരിഗണന വേണം. എനിക്ക് എപ്പോഴും പരിഗണന വേണം, എന്നെ എപ്പോഴും എല്ലാവരും പരിഗണിച്ചേ പറ്റൂ. ഇങ്ങനെ പറയുന്ന ഒരാൾ ഇത് എവിടുന്ന് എത്തുന്ന അറിയോ? ഈ പരിഗണന എവിടുന്ന? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിന്നെ കിട്ടിയത് അവിടെ നിന്നാണ്. നീ കണ്ടില്ലേ, നിന്നെ കണ്ടിട്ട് ഈ കുടുംബത്തിൽപ്പെട്ട ആളല്ലല്ലോ, അല്ലെ? നിന്നെ മാത്രം വാപ്പാക്ക് അവിടുന്ന് കിട്ടിയതാണ്, നിന്നെ മാത്രം അമ്മയ്ക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതാണ്, അമ്മ ജോലി ചെയ്തോളപ്പോ നിന്നെ ബസ്സിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ്. ഇങ്ങനെ പറയുന്ന പല കമന്റുകളും, ഈ കമന്റുകൾ കുട്ടികളിൽ എങ്ങനെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ബോട്ടിൽ തൊടരുത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടിക്ക് ഫീൽ ചെയ്യുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ആ ബോട്ടിലല്ല വേറെ ബോട്ടിലും തൊടാം. പക്ഷെ ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോട്ടിലും തൊടാൻ പാടില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ ആ എല്ലാ ബോട്ടിലും പിടിക്കാം എന്നായിരിക്കാം. ഈ രണ്ട് രീതിയിലും കുട്ടികളുടെ ബ്രെയിന് പോകാം. പക്ഷെ നമ്മൾ ഒരു കുട്ടീൻ്റെ അടുത്ത് പറയാണ്, നീ ഈ കുടുംബത്തിലുള്ള ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിന്നെ അവിടുന്ന് എടുത്തതാണ്, നിന്നെ ഇവിടുന്ന് എടുത്തതാണ് എന്ന് പറയുമ്പോൾ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടി മനസ്സിലാക്കുന്നത്, ഞാൻ ഈ കുടുംബത്തിൽപ്പെട്ട ഒരാളല്ല, എന്നെ ആർക്കും വേണ്ട. അവിടുന്നാണ് നമ്മൾ പറയല്ലേ, കുട്ടികൾ നമ്മൾ എല്ലാവരും ഇരിക്കണം ഭക്ഷണം കൊടുക്കുന്ന സമയത്ത്, എനിക്ക് മീനിന്റെ ചെറിയ കഷ്ണമാണ് എനിക്ക് കിട്ടിയത്, വലിയ കഷ്ണം ചേട്ടനാ കിട്ടിയത്, അല്ലെ വലിയ കഷ്ണം ചേച്ചിക്കാ കൊടുത്തത്, എനിക്ക് ചെറുതാ തന്നത്, അല്ലെങ്കിൽ എനിക്ക് ചെറുതാ കിട്ടിയത്, അനിയത്തിക്ക് കൂടുതലാ കൊടുത്തത്, ചോറ് കൂടുതൽ കൊടുത്തു, അല്ലെങ്കിൽ മിഠായി കൂടുതൽ കൊടുത്തു, രണ്ടെണ്ണം അവർക്ക് കൊടുത്തു, ഒന്നേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കമ്പയർ ചെയ്യാൻ തുടങ്ങും നമ്മള്. കാരണം നമ്മൾ പറഞ്ഞ ഏതോ വാക്കുകളിൽ നിന്നാണ് ഇവരിത് മനസ്സിലാക്കിയത്, ഞാൻ എവിടേക്കോ ബിലോങ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ല, ഞാൻ വേറെ എവിടെയോ നിൽക്കേണ്ട ഒരാളാണ്, എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്, അതുകൊണ്ടാണ് എന്നെ ആർക്കും വേണ്ടാത്തത്. കാരണം ഞാൻ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് എന്നെ ആവശ്യമില്ല എന്നുള്ള രീതികൾ മനസ്സിലാക്കുകയും അതിൽ നിന്ന് വാല്യൂ വേണം, പരിഗണന വേണം എന്ന് പറയുന്ന രീതിയിലേക്ക് മൈൻഡ് ഇങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതായത് എങ്ങനെ വേണം, എന്നെ പരിഗണിച്ചേ പറ്റൂ. ആ പരിഗണന കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമായി ആ കുട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്ത് 4 ആൾ കൂടുന്ന സമയത്തും അവിടെ അയാളെ കളിയാക്കുന്ന അയാൾക്ക് ഇഷ്ടപ്പെടൂല. ചെറിയ രീതിയിൽ കളിയാക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സമപ്രായക്കാരൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയും. ആ പറയുന്നൊന്നും ഇഷ്ടപ്പെടില്ല. കാരണം അങ്ങനെ എന്നോട് പറയാൻ പാടില്ല, എന്റെ വീട്ടിലോ ആർക്കും എന്നെ ഇഷ്ടമല്ല, ഇവിടെ എന്നെ ആർക്കും ഇഷ്ടമല്ല. ചില ആളുകൾ എപ്പോഴും പരാതി പറയുന്നവരുണ്ടാവും അല്ലെ, എപ്പോഴും സെന്റിമെന്റലായിട്ട് നിൽക്കുന്ന ജീവിതമുള്ള മനുഷ്യന്മാരുണ്ട്. എപ്പോഴും സെന്റിമെന്റ്, എന്നെ വിളിച്ചില്ലല്ലോ, ചായ കുടിക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ലല്ലോ, കല്യാണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ, മരണത്തിന് എന്നെ വിളിച്ചില്ലല്ലോ, എവിടെ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വരില്ല, വിളിക്കാത്തതുകൊണ്ട് ഞാൻ വരുന്നില്ല. അപ്പൊ നമ്മൾ ഒരു ഉള്ളില് നമുക്ക് ഒരാളെ ഉള്ളിൽ ഇങ്ങനെ എനിക്കിങ്ങനെ വാല്യൂ വേണം, എന്നെ പരിഗണിക്കണം, എന്നെ ഒരുപാട് പരിഗണിക്കുമ്പോഴാണ് എനിക്ക് ഹാപ്പി ആവുന്നത്. അല്ലാതെ വേറൊന്നും വേണ്ട, എന്നെ പരിഗണിച്ചാൽ മതി. ബിക്കോസ് ഐ എം നോട്ട് ബിലോങ്ങിങ് ഹിയർ, ഞാൻ ഇവിടെ ബിലോങ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കിങ്ങനെ ഒരാളിങ്ങനെ പറയണം, എന്നെ ഇങ്ങനെ പരിഗണിക്കണം. ഈ ഒരു ചിന്ത, ഇങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്നാണ് സുപ്പീരിയറിറ്റി ഈഗോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബിലീഫ് സിസ്റ്റം നമ്മൾ ഈഗോയിലോട്ട് എങ്ങനെ കണക്ട് ആവുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്ന, ചെറിയ കുട്ടികളല്ലേ, അവര് പറഞ്ഞാൽ അത് മറന്നോളും, അവര് പറഞ്ഞാൽ അത് മറക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. അവർക്ക് നമ്മളെക്കാളും ക്ലാരിറ്റി ഉള്ള മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണോ പറയുന്നത് അത് പ്രിന്റ് ചെയ്ത് അവിടെ വെക്കുവാണ്. അവരപ്പോ അതിനെ ചിരിച്ചു കളയും, ചിലപ്പോൾ നോക്കിയിട്ട് ചിരിക്കും, നമ്മൾ തലയാട്ടിക്കഴിഞ്ഞാൽ ചിരിക്കും, ദേഷ്യപ്പെട്ടാൽ ചിരിക്കും, കാരണം അപ്പൊ അവർക്ക് അതേ അറിയുള്ളൂ. പക്ഷെ ഈ സാധനം പ്രിന്റ് ചെയ്ത് വെച്ചത് ഒരു 10-20 വർഷം കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങും. അപ്പോഴാണ് ഇത് പുറത്തോട്ട് കാണുന്നത്. കാരണം ഈ 10-20 വർഷം ഇവർ ഇതിനെങ്ങനെ ചുറ്റിപ്പറ്റി ജീവിച്ച് ഇതിനെങ്ങനെ പിടിച്ച് വലുതാക്കി ഭയങ്കര ഊതി വേർപ്പിച്ച് വലിയൊരു സാധനമാക്കി മാറ്റിയിട്ടുണ്ടാവും. ഇതും വെച്ചിട്ടാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നത്. നമുക്ക് എവിടുന്ന് തുടങ്ങണം? 5 വയസ്സിൽ സംഭവിച്ച ഈ വിഷയത്തിൽ നമ്മൾ എങ്ങനെ തുടങ്ങും? അപ്പൊ ഇത്രയും ഡീപ്പായിട്ട് നിൽക്കുന്ന ഇമോഷന് സാരല്ല, പോട്ടെ, നമുക്ക് ശരിയാവും, ഇങ്ങനെ നിങ്ങൾ കമ്പയർ ചെയ്യരുത്, നിങ്ങളൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല, ഇങ്ങനെ ക്ഷമിക്കണം, മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇതെത്തുവോ? എവിടെ ഇതെത്താൻ പോലെ, കാരണം ഇത് എത്രയോ ഡീപ്പ് റൂട്ടഡാ. ആ റൂട്ടിൽ വേണം നമ്മളിങ്ങനെ കൊട്ടുകൊടുക്കാൻ, ആ റൂട്ടിൽ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ. അപ്പൊ അതാണ് സുപ്പീരിയറിറ്റി ഈഗോ. ഈ സുപ്പീരിയറിറ്റി ഈഗോന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻഫീരിയറിറ്റി ഈഗോ എന്ന് പറയുന്നത്. എന്താണ് ഇൻഫീരിയറിറ്റി ഈഗോ? ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. നമ്മള് വിനയം, ഞാൻ ഒന്നുമല്ല പക്ഷെ മറ്റുള്ളവരൊക്കെ ഭയങ്കര ഉഷാറാണ്, ഓര് ഭയങ്കര ഉഷാറാണ്. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, ഞാൻ ശരിയല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. അത് പച്ചക്ക് പറയത്തില്ല,
അല്ലേ? ഐ ആം നോട്ട് ഗുഡ് ഇനഫ് അത് ഒരിക്കലും പറയൂല, പക്ഷെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. പല വെർട്ടിക്കല് എനിക്ക് കാണാൻ സൗന്ദര്യമില്ല, ഞാൻ കറുത്തു പോയിട്ടുണ്ട്, എനിക്ക് നല്ല വണ്ണമുണ്ട്, എനിക്ക് തീരെ വണ്ണമില്ല, അല്ലെ എനിക്ക് പാടാൻ കഴിവില്ല. കാരണം പാടാൻ കഴിവുള്ള ഒരു സുഹൃത്ത് കൂടെ ഉണ്ടാവേക്കാരം. അപ്പൊ നമുക്ക് തുടങ്ങി എനിക്ക് പാടാൻ കഴിവില്ലല്ലോ. വേറെ കുറെ കഴിവ് നമുക്കുണ്ട്, അത് വിഷയമല്ല. കൂടെ ഉള്ള ഒരാൾക്ക് പാടാൻ കഴിവുണ്ട്, എനിക്ക് പാടാൻ കഴിവില്ല. അപ്പൊ നമ്മൾ പാടാൻ കഴിവുള്ള ഒരാൾ പറയുമോ നല്ല ശബ്ദം കേട്ടോ, നല്ല കഴിവുണ്ട്, എനിക്കൊന്നും ഈ കഴിവില്ലല്ലോ. എനിക്ക് ഈ കഴിവില്ല, വേറെ കഴിവുണ്ട്, അത് ഞാൻ അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അപ്പൊ ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. നിനക്കെല്ലാം ഉണ്ട്, എനിക്കാണൊന്നും ഇല്ലാത്തത്, ഞാനാണ് ഒന്നും ഇല്ലാത്തത്, ഞാനാണ് എല്ലാം ഇങ്ങനെ, ഞാനൊരു നശിച്ച ജീവിതമാണ്, എനിക്കിങ്ങനെ, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ട ഒരാളല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ ഇല്ലാതാക്കുന്ന സംസാരങ്ങൾ, അതിന് പറ്റുന്ന തോട്ട്സ്, അതാണ് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത്, ഇൻഫീരിയറിറ്റി ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇത് ഞാനൊന്നുമല്ല, നിങ്ങളാണ്, അല്ലെ? മറ്റുള്ളവരെ പറ്റി അങ്ങനെ പറയും ഞാനൊന്നുമല്ല, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇത് എവിടെ ക്രേവ് ചെയ്യുന്നറിയോ? ഞാൻ ഒന്നുമല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്നത് ശരിക്കും സുപ്പീരിയറിറ്റി ഈഗോനേക്കാളും ഭയങ്കര പ്രശ്നമുള്ള സാധനമാണ് ഇൻഫിനിറ്റി ഈഗോ എന്ന് പറയുന്നത്. കാരണം സൈലന്റ് കില്ലർ ആണ് ശരിക്കും അയാള്. എക്സ്ക്യൂസ് മീ, ക്ലാസ് നടന്നുകൊണ്ടിരിക്കുക. എന്തായിരുന്നു? ഞാൻ ഒരു മണിക്കൂർ എടുക്കും. വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഹലോ, ഒരു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വോയിസ് കേൾക്കുന്നുണ്ടോ?
കേൾക്കാം സർ, കേൾക്കാം. അതാണ്. ഇങ്ങനെ ഒരു കേസ് വന്നതാണ്. അത് നമുക്ക് പെയിന് ഒരു രക്ഷയില്ല, മെഡിസിൻ എന്തെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അത് ഒന്നൊരു 5 മിനിറ്റ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻഫീരിയറ്റ് ഈഗോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ആ സുപ്പീരിയറ്റ് ഈഗോനെക്കാളും ഒരു പടി മുന്നിലാണ് ശരിക്കും ഇൻഫീരിയറ്റ്. ഒരു സൈലന്റ് ആയിട്ട് ഒരാളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ഒരാളാണ് ശരിക്കും ഇൻഫീരിയറ്റ് ഈഗോ എന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതിനൊരു ഡീപ്പ് ഇമോഷനിലോട്ട് എത്തുന്ന സമയത്ത് മാത്രമാണ് ശരിക്കും ഇതൊരു പ്രശ്നമാണ്, നീ എന്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ എന്ത് ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ തോന്നുന്നത് അതിന് ഡീപ്പ് ഇമോഷനിലേക്ക് എത്തുമ്പോൾ മാത്രമാണ്. അതുവരെ നമ്മൾ മറ്റുള്ളവരെ ഭയങ്കര എൻകറേജ് ചെയ്യുക, ഭയങ്കര വിനയമുള്ള ഒരാളാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിന് ഡീപ്പ് ഇമോഷനിൽ എത്തുമ്പോൾ മാത്രമാണ് ആള് ഞാനൊന്നുമല്ല, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ ക്ലിയർ അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഫർമേഷനിലോട്ട് അയാൾ പോകുന്നത് ഡീപ്പ് ഇമോഷൻസ് വരുമ്പോൾ മാത്രമാണ്. അതുവരെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നു, ഞാൻ ഓക്കെ അല്ല, പക്ഷെ മറ്റുള്ളവരൊക്കെ ഭയങ്കര അടിപൊളിയാണ്, ഉഷാറാണ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ സെറ്റാണ്, അവർ കാണുക, അവളെ കാണാൻ ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ അവനെ കാണാൻ ഭയങ്കര സെറ്റാണ്, ഭയങ്കര ഷേപ്പ് ബോഡി ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് തീരെ പറ്റുന്നില്ല, അതൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അത് ശരിക്കും ഈഗോ ആണ്. ഒരു കോംപ്ലക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരെ നമ്മൾ കമ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ പോലും അറിയാം നമ്മൾ അയാളെ കമ്പയർ ചെയ്യണം. ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് എന്താണ്? തീഫ് ഓഫ് ജോയ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അത് നമ്മുടെ സന്തോഷത്തിനൊരു കള്ളനാണ്. നമുക്ക് ഒരിക്കലും സന്തോഷിക്കാനുള്ള ഒരു വകുപ്പ് തരാത്ത ഒരാളാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ആള് മെല്ലെ മെല്ലെ ഡീപ്പ് ഇമോഷനിലോട്ട് പോകും. ആ ഡീപ്പ് ഇമോഷനിലോട്ട് എത്തുമ്പോഴാണ് ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ് എന്ന് പറയുന്ന വാക്കുകളിലേക്ക് അയാൾ റിപ്പീറ്റ് ആയിട്ട് പോകുന്നു. അതിനെ നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെയും ഈ കുട്ടിക്കാലം മുതലുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് അവരുടെ ലൈഫിൽ അവരൊന്നിനും കൊള്ളാത്തവനാണ്. നമ്മൾ ചില കുട്ടികളൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് പറയും, ഡോക്ടർ പഠിക്കാൻ തീരെ കഴിവില്ല, എപ്പോഴും ഓടുകയാണ്, എപ്പോഴും ഫുട്ബോൾ കളിക്കുകയാണ്. ഈ പറയുന്ന വേർഡ്സ് ഉണ്ടല്ലോ, ഇവർക്ക് ഭയങ്കര ഓക്കെയാണ്. അവരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ കഴിവില്ല, ഓക്കെ, പഠിക്കാൻ കഴിവില്ല. അപ്പൊ അവർക്ക് പഠിക്കാൻ കഴിവില്ലാത്തത് അന്നാണ്. പക്ഷെ ഇന്ന് അവർക്ക് എത്തുന്ന സമയത്ത് ഞാൻ ഓക്കെ, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, ആ പോയിന്റിലോട്ട് അവരെത്തി. കാരണം ഒരു 10-15 വർഷം ഈ പഠിക്കാൻ കഴിവില്ലാത്ത ഇമോഷൻ ഉള്ളിലുണ്ട്. ഇതിങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വന്നപ്പോ പഠിക്കാൻ മാത്രമല്ല കഴിവില്ലാതായത്, ഒന്നിനും കഴിവില്ലാത്ത ഒരാളായി മാറി. പിന്നെ കാരണം ഈ ബിലീഫ് സിസ്റ്റം നമ്മൾ വളരുന്നതനുസരിച്ച് അതും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അത് വളർന്നുകൊണ്ടിരിക്കുക. അത് വളരുന്നതിലൂടെ നമ്മുടെ ഇമോഷൻസ് നെഗറ്റീവ് ആവുന്നു. നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിലോട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ പറയുന്നത് ഈ നമുക്ക് ചുറ്റും ഒരു ക്വാണ്ടം ഫീൽഡ് ഉണ്ട് എന്നുള്ളതും, ഈ ക്വാണ്ടം ഫീൽഡ് എല്ലാ പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതും, ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതും, നമ്മൾ എന്താണോ സീക്ക് ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതും. വാട്ട് യു ആർ സീക്കിംഗ് ഓഫ്, ദാറ്റ് സീക്കിംഗ് യു. അല്ലെ, നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതാണ് നമ്മളെ സെർച്ച് ചെയ്യുന്നത്. നമ്മൾ നെഗറ്റീവ്സും നമ്മൾ ഐ ആം നോട്ട് ഗുഡ് ഇനഫ് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, അതാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. നമുക്ക് നല്ല വെൽത്തും നല്ല ഹെൽത്തും പീസ് മൈൻഡും ഒക്കെ ഇവിടെ ഉണ്ട്, നമ്മൾ അത് സെർച്ച് ചെയ്യുന്നില്ല. നമ്മൾ അത് സെർച്ച് ചെയ്യുന്നതിന് പകരം നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഞാൻ ശരിയല്ല, ഞാൻ ഓക്കെ അല്ല, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, എന്തിനാ കർത്താവ് എന്നെ മാത്രം ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെ, എന്തിനാണ് എന്നെ മാത്രം ദൈവം ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, എന്നെ മാത്രം പരീക്ഷിക്കുന്നത്, എന്നോട് മാത്രം എത്ര ദേഷ്യം, എന്നോട് മാത്രം എത്ര വെറുപ്പ്, അല്ലെ. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ആ ഒരു ടോപ്പിക്കൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഇൻഫീരിയറ്റ് ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ മൂന്നാമത്തെ ഒരു ഭാഗമാണ് ശരിക്കും എന്ത്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത് വല്ലാത്തൊരു ടോപ്പിക്കാണ്. ശരിക്ക് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ആളാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അപ്പൊ ഈഗോ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നതിന് പക്ഷേ ഈ ഈഗോ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏകദേശം ക്ലിയർ ആയി. ഈഗോ ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. അപ്പോ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ശരിയല്ല, നീയും ശരിയല്ല. ഞാൻ ശരിയല്ലാത്തതുകൊണ്ട് ഇനി നീയും ശരിയാവണ്ട. ഓക്കെ, ഞാൻ ക്ലിയർ അല്ല, നീയും ക്ലിയർ അല്ല. അപ്പൊ മറ്റുള്ളവര് ക്ലാരിറ്റിയിൽ എത്തുന്നതോ മറ്റുള്ളവര് വലിയ നിലയിൽ എത്തുന്നതോ ഒന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ നമ്മൾ ഇത് പറയാറുണ്ടല്ലോ അല്ലെ, പട്ടി പുല്ല് തിന്നുന്നുമില്ല തീറ്റിക്കത്തുമില്ല എന്ന് പറയുന്ന പോലെ നമ്മളും കഴിക്കില്ല, നമ്മൾ വേറൊരാളെ കൊണ്ട് കഴിപ്പിക്കത്തുമില്ല. ഇതേ സിസ്റ്റമാണ് ശരിക്കും. ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഈഗോ. ഈ ഈഗോ എന്ന് പറയുന്നത് ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളതൊക്കെ നമുക്ക് പുറത്തോട്ട് കാണിക്കാൻ പറ്റുമെങ്കിലും ഇത് ലാസ്റ്റ് പോയിന്റിലൊക്കെ ഇത് പുറത്തോട്ട് അറിയുള്ളൂ. നമ്മൾ കൂടെ നിന്ന് മറ്റുള്ള ഒരാളെ ജീവിതം ഇല്ലാതാക്കാൻ ഏറ്റവും കഴിവുള്ള ഒരാളായിരിക്കും. ഭയങ്കര വിഷണറി ആയിരിക്കും ഇത്, ഭയങ്കര വിഷണറി ആയിരിക്കും ഇങ്ങനത്തെ ആളുകൾ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. കാരണം ഞാൻ എന്തായാലും ഓക്കെ അല്ല, എന്റെ ജീവിതം എന്തായാലും തൊലഞ്ഞു.
അപ്പൊ മറ്റുള്ള ഒരാളെ ജീവിതം എങ്ങനെ തുലക്കണം എന്നുള്ളതിന് ഭയങ്കര വിഷനറി ആയിരിക്കും ഇവർക്ക് എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റും അങ്ങനെ അവർ അതിനെ ട്രെയിൻ ചെയ്ത് പഠിച്ച പോലെ അവരതിനെ വർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇതൊന്നും മനസ്സിൽ നമ്മൾ അറിയുന്നില്ല. നമ്മളിത് അയാൾ വിശ്വസിക്കുന്നുണ്ടാവാം അല്ലെ? നമ്മളിപ്പോ ഒരാള് ഈ ട്രാപ്പിൽ വന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ സുഹൃത്ത് നമ്മൾ ചിലപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. പല സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ, കല്യാണം കഴിക്കാൻ പോവുകയാണ്. കല്യാണം കഴിക്കുമ്പോൾ ഒരു സുഹൃത്ത് കൂടെ ഉണ്ട്. സുഹൃത്ത് പറയാണ്, നമ്മൾ പറയാം അപ്പൊ കല്യാണം ശരിയായി, കുട്ടിക്കും കാണാൻ വന്ന ചെക്കനും ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവും. എന്നിട്ട് സുഹൃത്ത് പറയണം, എടാ ഇത് ശരിയല്ല, കാരണം അവന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിങ്ങനെ ഒരു പെൺകുട്ടി ഇവന് കിട്ടണ്ടെന്നുള്ള ഒരു ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ പറയണം, എടാ ഞാൻ ഇവളെ ഇങ്ങനെ മോശമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ശരിയാവില്ല, ഈ ഒരു കല്യാണം ശരിയല്ല, നീ ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിച്ചു പോകും. കാരണം നമ്മുടെ ലൈഫിൽ എടുക്കേണ്ട ഏറ്റവും ഡിസിഷൻ ബേസ്ഡ് നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷനിലൊക്കെ ഇവര് തരുന്ന ഡിസിഷൻസ് ഉണ്ടല്ലോ ഭയങ്കര കൺവിൻസിങ് ആയിരിക്കും നമ്മളെ. അപ്പൊ ഇവർക്ക് ഭയങ്കരമായിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും. ഇവർ ഭയങ്കര വിഷനറി ആയിരിക്കും. ഇവർക്ക് ഇവന് അവിടെ എത്തിയാൽ അവനത് കിട്ടും, അതുകൊണ്ട് അവിടെ എത്താൻ പാടില്ല. അവിടെ എത്താതിരിക്കാനുള്ള പണിയൊക്കെ ഇവർ ആദ്യം ചെയ്യും. എന്നാൽ അവിടെ എത്തൂല, അവിടെ എത്താതായി കഴിഞ്ഞാൽ അവനത് കിട്ടൂല. അപ്പൊ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഇത് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഈഗോ ആണ്. ഈഗോ എന്ന് നമ്മൾ പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈഗോനെ ക്ലാസ് എടുക്കുന്നതും പറയുന്നതും ഒരുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന പല കേസുകളിലും മറഞ്ഞിരിക്കുന്ന ടൈപ്പ് ഓഫ് ഈഗോ ഇതാണ്. സുപ്പീരിയറിറ്റി ഈഗോ നമ്മൾ കാണാറുണ്ട്, ഇൻഫീരിയറിറ്റി ഈഗോ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ തേർഡ് ടൈപ്പ് ഓഫ് ഈഗോ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരിക്കലും ഈ പറയപ്പെടുന്ന ഒരാൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാതെ, ഒരിക്കലും വേറൊരാൾക്ക് അത് മനസ്സിലാവാത്ത രീതിയിൽ മാത്രം അവതരിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഈഗോ ആണ്. അത് ഭയങ്കര ഡേഞ്ചറും ആണ്. അത് ആളുകൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ഈഗോ നമ്മൾ പറയുന്നത് സെൽഫാണ്. നമ്മൾ അറ്റാച്ച്ഡ് ആവും, നമ്മളിലേക്ക് അറ്റാച്ച്ഡ് ആവാം. പോസിറ്റീവായിട്ട് അറ്റാച്ച്ഡ് ആവുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് അറ്റാച്ച്ഡ് ആവുന്നുണ്ട്. ഈവൻ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. നമ്മൾ ഒരു എക്സാമ്പിൾ ആണ്. അതായത് നമുക്ക് ഈ ഒരു പേന, നമുക്ക് ഈ ഒരു ടോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പേന എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഴുതാനാണ്. ഓക്കെ, എഴുതുക എന്ന് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ആ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോപ്പ് ഇതിന് അറ്റാച്ച്ഡ് ആണ്. ഇതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് പേന പറയാണ് ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല, ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എഴുതാൻ പറ്റില്ല, സോ ടോപ്പ് ഈസ് അറ്റാച്ച്ഡ്. അപ്പൊ ഈ ടോപ്പ് മാറിക്കഴിയുമ്പോൾ അപ്പോഴും പേന പറയുന്നു ടോപ്പ് ഇല്ലെങ്കിലും എനിക്ക് എഴുതാന്നുള്ളതാണ് എന്റെ പണി, ഞാൻ എഴുതും. ഓക്കെ, കാരണം എൻ്റെ കയ്യിൽ മഷിയുണ്ട്, എനിക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ലൈഫ് നമ്മളിൽ നിന്നല്ലാതെ നമ്മൾ മറ്റുള്ളവരിലേക്കും നമ്മളിലേക്കും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഇത് ടോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. എന്താണോ ഇതിന്റെ യൂസ് അത് നടക്കത്തില്ല. നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നതോടെ നമ്മുടെ യൂസ്, നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് നടക്കില്ല. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് കൂടുമ്പോൾ നമ്മുടെ ഹാർട്ടിന് അത് ബേസ് ചെയ്ത് ഒരുപാട് അസുഖങ്ങളുണ്ടാവും, മനസ്സിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും, ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടും, നമുക്ക് ഒരുപാട് തിങ്കിങ് കൂടും. അപ്പൊ ഈ അടുത്ത് ഞാനൊരു ടെഡെക്സിൽ ഒരു സ്പീച്ച് കേട്ടിരുന്നു. 83,000 ബ്രെയിനിന്റെ സ്കാന് ചെയ്തിട്ട് അതിൽ നിന്ന് പഠനങ്ങൾ നടത്തിയിട്ട് ഒരു കേസ് സ്റ്റഡി അവർ പറയുന്നുണ്ടായിരുന്നു. അത് 83,000 സ്പെക് സ്കാനുകൾ ചെയ്തിട്ട് അതിൽ സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഒരുപാട് റെവല്യൂഷണറി ഐഡിയാസ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ കുറച്ച് ജേർണൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് തിയറീസ് ഇവർ പറയുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു OCD പോലെയുള്ള പല കേസുകളിലും ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി സാധാരണ ഒരാളുടെ ബ്രെയിൻ ആക്ടിവിറ്റിനെക്കാളും 2 മുതൽ 3 ഇരട്ടിയിൽ കൂടുതലാണ് ബ്രെയിൻ ആക്ടിവിറ്റി നടക്കുന്നതാണ്. അതായത് ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളുടെ ബ്രെയിൻ ആക്ടിവിറ്റി ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും, ഫ്രണ്ടൽ പാർട്ട്, ഒക്സിപിറ്റൽ പാർട്ട് എന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നോർമൽ ഒരു ആവറേജ് പേഴ്സന്റെ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതലുള്ളത് ബാക്ക് സൈഡാണ്. പക്ഷേ OCD പോലെയുള്ള പാരനോയിഡ്, അതുപോലെ തന്നെ ഓവർ തിങ്കിങ്, ഏറ്റവും ഒരു സിമ്പിൾ ഏരിയ പറയാം, ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, എല്ലാ കേസിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോസാണ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്ന ആളുകളിൽ ഇയാളുടെ മൾട്ടിപ്പിൾ സ്പേസുകൾ ആക്റ്റീവ് ആണെന്നാണ്. അതായത് ഒരു സാധാരണ മനുഷ്യനേക്കാളും 2 to 3 times ഗ്രേറ്റർ ഇവരെ ബ്രെയിൻ ഭയങ്കര ആക്റ്റീവ് ആണെന്നുള്ളതാണ്. ഈ ആക്ടിവിറ്റി കൂടുന്നതുകൊണ്ട് തന്നെ ഇവർ എനർജി ലൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് പ്രോബ്ലംസേ കാണാൻ പറ്റുള്ളൂ. ഇവർ ക്ഷീണിക്കും, മെന്റലി ഇവർ ഭയങ്കര അപ്സെറ്റ് ആയി തുടങ്ങും. അതാണ് ഇവരെ ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈഗോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പൊ നമ്മൾ പറയുന്നു, നമ്മളൊരു വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ആളുകളെ പറ്റി പറഞ്ഞു, കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ഈ പറയുന്ന ഈഗോ ബേസ് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് കമ്പാരിസണും ഈ വിഷയത്തിൽ നമ്മൾ ജസ്റ്റ് ടോപ്പിക്കിൽ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഇതിൽ ബേസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്.
എന്താണ് ക്രിറ്റിസിസം? ക്രിറ്റിസിസത്തിൽ ശരിക്കും 3 കാര്യങ്ങളാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. എങ്ങനെയാണ് ക്രിറ്റിസിസം ഈ പറയുന്ന ചൈൽഡ്ഹുഡ് മുതലേ ഉള്ള എല്ലാ സിസ്റ്റത്തും ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റത്തിൽ ഈ ക്രിറ്റിസിസം എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് അത് പ്രശ്നമാവുന്നത്, എങ്ങനെയാണ് അത് ബാധിക്കുന്നത്, അത് നമുക്ക് നോക്കാം. അപ്പൊ ക്രിറ്റിസിസം എന്ന് പറയുന്നതല്ലേ നമ്മൾ മറ്റുള്ളവരെ മോശം പറയാ, അത് മോശം പറയാന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്, കുറ്റം പറയാന്നുള്ള കാര്യങ്ങളുണ്ട്. ക്രിറ്റിസിസം എന്നതിന് പല രീതിയിലാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നെ ഒരാൾ ക്രിറ്റിസൈസ് ചെയ്യുന്നു, അപ്പൊ എന്റെ നല്ല രീതിയിൽ ഒരാൾക്ക് എന്നെ ക്രിറ്റിസൈസ് ചെയ്യാം, മോശം രീതിയിലും ക്രിറ്റിസൈസ് ചെയ്യാം, അല്ലെ? കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ഒരാൾക്ക് എന്നെ കൺസ്ട്രക്ട് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ കുറ്റപ്പെടുത്താം. അത് നീ ചെയ്തത് ശരിയല്ല, നിനക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ലിയർ ആകും, അതോ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യും, നമുക്കൊരു ഐഡിയ പറഞ്ഞു തരിക, നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ചെയ്തത് ശരിയല്ല എന്നുള്ളത് നല്ല രീതിയിൽ മാന്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ഞാൻ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസോ കളിയാക്കുകയാണ്. അതായത് ഈവൻ നമുക്ക് നീ എന്തിനാ അങ്ങനെ ചെയ്തത്, നിനക്ക് വല്ല കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ച പോലെ, നിനക്ക് എന്താ നിനക്ക് ചെയ്യാൻ പറ്റുക, നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, നീ ആവശ്യമില്ലാത്ത പണി എടുത്തിട്ടല്ലേ, ഞാൻ 1000 തവണ പറഞ്ഞില്ല അത് തൊടല്ലേ, ചെയ്യല്ലേ, പിടിക്കല്ലേ എന്നൊക്കെ. ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തത്, ആ ചെയ്തതിനെ നെഗറ്റീവ് ആക്കുകയും ആ ചെയ്തത് ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടോക്ക് വരികയും ചെയ്യുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണ്. നമ്മളെ ക്രിറ്റിസൈസ് ചെയ്തത് മോശം രീതിയിലാണ്, നമുക്ക് ഒരിക്കലും പിന്നെ അത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമ്മൾ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. ശരിക്കും ഈ 2 ടോപ്പിക്കും അല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, 3ാമത്തെ ടോപ്പിക് ഉണ്ട്. ഇതാണ് നമ്മളിവിടെ ഒരു സെൽഫ് ഇഷ്യൂസിലോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രിറ്റിസിസം, സെൽഫ് ക്രിറ്റിസിസം. നമ്മളെ കുറ്റപ്പെടുത്തുക. ഇതാണ് ഈ ടോപ്പിക്കാണ് ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത്. കാരണം സെൽഫ് ക്രിറ്റിസിസം വരുന്നത്, അതിൽ നമ്മൾ ഓൾറെഡി വാലിഡേഷൻ സീക്കിങ്, അറ്റൻഷൻ സീക്കിംഗ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, എങ്ങനെ പരിഗണന കിട്ടുന്നു, ഈ പരിഗണന കിട്ടാൻ വേണ്ടി ഇവർ എന്തൊക്കെ ചെയ്യുന്നു, ഈവൻ ലാസ്റ്റ് സൂയിസൈഡിൽ വരെ എത്തുന്ന ആളുകളുണ്ട് അല്ലെ. എനിക്കൊരു പരിഗണനയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് സൂയിസൈഡിൽ എത്തുന്ന ആളുകളുണ്ട്. അവരെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് കിട്ടും. ഇത് എവിടുന്നാ കിട്ടിയത്? ഇന്ന് ഒരു കേസ് വന്നിരുന്നു, അവർക്ക് ഭയങ്കര അസിഡിറ്റി ആയിരുന്നു. അത് ഇന്നും എന്ന കേസ്, അത് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇന്ന് ഒരു ഭയങ്കര അസിഡിറ്റി ആണ് അവർക്ക്, വയറിൽ ഭയങ്കര ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ആണ്. അങ്ങനെ ഏകദേശം 5 വർഷത്തോളമായിട്ട് പല ഡോക്ടേഴ്സിനെ അവർ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവര് ഒരു ഡോക്ടർ പറഞ്ഞു സൈക്കാട്രി ഇഷ്യൂസ് ആണ് നിങ്ങൾക്ക്, സോ നിങ്ങൾ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു, അവിടുന്ന് മെഡിസിൻസ് കഴിച്ചു, അപ്പോഴും അവർക്ക് ഇത് കുറയുന്നില്ല. അങ്ങനെ അവർ എൻ്റെ അടുത്ത് വേറൊരു പേഷ്യന്റ് വന്നിരുന്നു. അവർക്ക് ഞാൻ കുറച്ച് ഈ മൈൻഡ് ട്രെയിനിങ്ങിന്റെ സിസ്റ്റം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവരാണ് ഈ പേഷ്യന്റ് എനിക്ക് റെഫർ ചെയ്തത്. അങ്ങനെ അവർ വന്നിട്ട് ഇന്ന് പറയുന്നത്, ഡോക്ടർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിൽ ഭയങ്കര ആദ്യ വരുന്ന പോലെ ഒരു എന്തൊക്കെയോ ഇവിടുന്ന് ഉരുണ്ട് കയറുന്ന പോലെ തോന്നും, പിന്നെ കുറച്ചു നേരം ഞാൻ എന്തൊക്കെയോ ആലോചിക്കും, പിന്നെ ആരൊക്കെയോ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പേടിയാവാണ്, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർ പറയാണ്. അപ്പൊ അവർക്ക് 45 വയസ്സ് ഇപ്പൊ ഉണ്ട്. ഈ 45 വയസ്സിൽ 3 മാസമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവങ്ങൾ അവർക്കുണ്ട്. ഈ 3 മാസത്തിന് പിറകോട്ട് നോക്കുകയാണെങ്കിൽ അതുവരെ ഇവർ നല്ല ഹെൽത്തി ലൈഫായിരുന്നു. ഇവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഒരു പ്രോബ്ലം ഉണ്ടാവാൻ തക്ക ഒരു കാര്യവും ഇവർക്ക് ഓർമ്മയിലില്ല. ഹസ്ബൻഡ്, കുട്ടികളുണ്ട്, മക്കൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഫാമിലി ഒന്നും യാതൊരു പ്രശ്നങ്ങളില്ല. എവിടെ നിന്നാണ് ഇവർക്ക് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്? അങ്ങനെ ഇവരുടെ ഒരു 10-15 മിനിറ്റോളം സംസാരിച്ചിട്ടും ഇവർക്ക് അതിന് പ്രത്യേകിച്ച് ഒരു മറുപടി ഇല്ല. പിന്നെ ഞാൻ ചോയ്സ് കൊടുക്കണം, കാരണം ഞാൻ അതിന് വഴി വെട്ടി കൊടുക്കുകയാണ്. എങ്ങനെ? കാരണം കൂടുതൽ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മൈൻഡ് ട്രെയിനിങ്ങോ ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ വന്നത്. അവർക്ക് എന്തുകൊണ്ടാണ് ഈ പേടി, എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുന്നത്, ഇങ്ങനെ സംസാരിച്ച് കുറേ കഥകൾ പറഞ്ഞ് ഞാൻ ഒരുപാട് സ്പേസ് കൊടുത്തു. കാരണം ഇങ്ങനെയാണോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? കാരണം നമുക്കറിയാം പേടി എന്ന് പറയുന്നത് എന്താണ്. ഇരട്ടിനെ ഇതുവരെ പേടില്ലാത്ത ഒരാൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഇരട്ടിനെ പേടിയാവുന്ന കേസുകൾ വരെ വന്നിട്ടുണ്ട്. അതെങ്ങനെ വരിക? ഇതുവരെ നമുക്കൊന്നും ഇരട്ടിനെ പേടിയില്ലെങ്കിൽ പെട്ടെന്ന് ഇരട്ടിനെ പേടിയാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. എങ്ങനെ അറിയോ? നമ്മൾ ഇരുട്ടത്തോടെ അങ്ങനെ പോവുകയാണ്, പെട്ടെന്നൊരു സൗണ്ട് കേട്ടപ്പോൾ നമ്മളങ്ങ് പേടിക്കുന്ന ഇടയിൽ ബോഡിന്റെ പാനിക് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബോഡിന്റെ ഫ്രൈറ്റൻ ആൻഡ് സിമ്പത്തറ്റിക് ആൻഡ് പാരസിമ്പത്തറ്റിക് സിസ്റ്റം ഉണ്ട്. ഇതങ്ങ് ഓവർ ഫ്രൈറ്റൻ ചെയ്യും നമ്മളെ. ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ ഭയങ്കര ഷോക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, ശരീരം അക്സെപ്റ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ബോധം കെട്ട് വീഴാൻ സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് പേടിക്കാൻ നല്ല രീതിയിൽ പേടി വരാൻ സാധ്യത ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനും ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഷട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം വരാം. പെട്ടെന്ന് നമ്മൾ തണുത്ത് പറിച്ച് എന്താ സംഭവിക്കുന്നത്, നമ്മൾ വേറെ ഒരു പാരലൽ വേൾഡിലേക്ക് എത്തുന്ന പോലെ ഫീൽ ചെയ്യാം. ഇങ്ങനെ ഒരു ഫീലിങ്സ് വന്നാൽ അയാൾക്ക് പിറ്റേ ദിവസം മുതൽ ഇരുട്ടിനോട് പേടിയായിരിക്കും. പിന്നെ അയാൾക്ക് ഇരുട്ടിൽ ഒന്നും കാണാൻ പറ്റില്ല, കറുപ്പിനോട് തന്നെ പേടിയായിരിക്കും. പിന്നെ
അതായത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു പേടിയില്ലാത്തൊരു സാധനത്തിനെ പേടിപ്പിക്കാൻ നമുക്ക് നാച്ചുറൽ നമ്മളോട് പറ്റും. ബിക്കോസ് നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ്, നമ്മുടെ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഇതൊക്കെ എന്തായിരുന്നു നോക്കണം. നമ്മൾ പ്രേതകഥകൾ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാരാണോ? അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഭയങ്കര ധൈര്യമായിരിക്കും. ഓജാപ്പാടൊക്കെ 10-20 തവണ കളിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഓർമ്മകളൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ഈ ഇരുട്ടത്തോട്ട് പോകുന്നത്? നമ്മൾ ഈ ഓർമ്മയിലൊന്നും വെച്ചിട്ടല്ലേ പോകുന്നത്. പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതുണ്ട്. ഇതെങ്ങനെ ട്രിഗർ ചെയ്യുന്നു? നമ്മൾ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ അത് ട്രിഗർ ചെയ്യാം. നമ്മൾ ഇമോഷണലി ഭയങ്കര അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പോയിന്റിൽ നമുക്ക് ഫീൽ ചെയ്യാം, ആരോ വീട്ടിലുണ്ടോ, ആരോ എൻ്റെ അടുത്തുണ്ടോ, ആരൊക്കെയോ വരുന്നുണ്ടോ, ആരൊക്കെയോ വാതിൽ തുറമുട്ടുന്നുണ്ടോ. ഇങ്ങനെ നമ്മുടെ മൈൻഡ് മാക്സിമം അപ്സെറ്റിൽ പോകുന്നു. നമ്മൾ നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ ആത്മാവ് ഉള്ളിലേക്ക് വലിഞ്ഞു പോവുക എന്നതിന് പറയാം. അത് ഏറ്റവും നമ്മുടെ ആത്മാവ് ഏറ്റവും എത്രത്തോളം ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലോട്ട് പോകും. പേടി കൂടും. ആ പേടി കൂടുന്നത് നമുക്ക് പാരനോയിഡ് ഫീൽ നമുക്ക് വരാം, ഹലൂസിനേഷൻസ് ഫോം ചെയ്യാം. കാരണം നമ്മളൊരു പാരലൽ വേൾഡിൽ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഇത്രയും നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് പല രീതിയിൽ ചിന്തകൾ വരാം. ഇതിൻ്റെ ഒക്കെ റൂട്ട് എവിടെ പോയിരുന്നത്? നമ്മൾ ചൈൽഡ്ഹുഡാണ്. നമ്മൾ അവിടുന്ന് ഇന്നർ ചൈൽഡ്, ഇന്നർ സെൽഫ്, അവിടെ നമ്മളെ മെമ്മറീസ് എന്തൊക്കെയായിരുന്നു, ആരൊക്കെയാണ് നമ്മളോട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഥകൾ പറയണ്ട, നമ്മൾ ഒരുപാട് ഹൊറർ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? നമുക്ക് പേടി വരാം. അപ്പൊ ഇതേപോലെ ഒരു പേടി ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റോറി ഇവരെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്റ്റോറികൾ അവർ ആ നിൽക്കുന്ന വീടിന്റെ ഭാഗത്ത് ഒരു കാവ് ഉണ്ടായിരുന്നു, സർപ്പക്കാവ് ഉണ്ടായിരുന്നു. ഈ കാവിന്ന് എന്താണ് ഫുള്ള് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറെ സർപ്പങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ അതിൽ നിന്നൊക്കെ പല ഇങ്ങനത്തെ വിശ്വാസങ്ങളിലൂടെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് എന്നുള്ള കഥ ഇവർ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഇവർ കേട്ടിരുന്നു. അത് ഒരു 10-30 വർഷം കഴിഞ്ഞിട്ട് ശേഷം ഇവർക്കത് ട്രിഗറായി. കാരണം ഇവർ ഇതേപോലെ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് ഹിസ്റ്ററി ചോദിക്കുമ്പോഴാണ് ഇവർക്ക് തന്നെ ഓർഗനൈസ് ചെയ്ത് കിട്ടുന്നത്. ഇവർ കുറച്ച് എന്താണ് എല്ലാവരും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരെ വീട് ഏകദേശം ഒറ്റപ്പെട്ട ഭാഗമാണ്. അങ്ങനെ തൊട്ടടുത്തൊന്നും വീടുകളൊന്നുമില്ല. അങ്ങനെ കുട്ടികളും എല്ലാ ഹസ്ബൻഡൊക്കെ പോയ സമയത്ത് കുറച്ച് സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ മുട്ടുന്നതായി തോന്നി. അങ്ങനെ വാതിൽ തുറന്ന സമയത്ത് അവിടെ ആരും കാണാനില്ല. ഇതാണ് ഇവരെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ആ വാതിൽ മുട്ടിയത് എന്താ എങ്ങനെയൊന്നും ഇവർക്ക് അറിയില്ല. ഈ വല്ല കല്ല് വന്ന് ഇടിച്ചതാണോ വേറെ എന്തെങ്കിലും, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. പക്ഷെ ഇവർ ഒറ്റക്കാണി എന്ന് പറയുന്ന ഈ ലോൺലിനെസ്സിനെ ഭയങ്കര എഫക്റ്റ് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് പല പോയിന്റുകളും നമുക്ക് പാരനോയിഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്ത സമയത്ത് ഇവർ പേടിച്ചു പോയി. ഈ പേടിയിൽ നിന്ന് ഇവരെ പഴയ കഥകളൊക്കെ ട്രിഗറായി. പിന്നെ ഇവർക്ക് പേടിയായി. ഈ പേടി 2-3 മാസം കൂടുതൽ സ്ട്രെസ് ഭയങ്കരമായിട്ട് കൂടിയ സമയത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. അതായത് ഒരു 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് കേട്ട സ്റ്റോറി കാരണമാണ് ഇന്ന് അവർ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതേപോലെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇതിന്റെ റൂട്ട് കോസിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈഗോ ആണോ, കമ്പാരിസൺ ആണോ, ഓവർ എക്സ്പെക്ടേഷൻസ് ആണോ, അറ്റാച്ച്മെന്റ് ആണോ, എവിടെയാണോ വാലിഡേഷൻ സീക്കിംഗ് ആണോ, അറ്റൻഷൻ സീക്കിംഗ് ആണോ, എവിടെയാണോ ഇവർ പ്രശ്നം കിടക്കുന്നത് അവിടെ നമ്മൾ പൊക്കിക്കൊണ്ടുവരണം. അപ്പൊ അങ്ങനെയാണ് ശരിക്കും നമുക്ക് സെൽഫ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഈ പോകുന്നത്. സെൽഫ് എന്താണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. സെൽഫ് ക്രിറ്റിസിസം എങ്ങനെയാണ് സെൽഫ് ക്രിറ്റിസിസം നടക്കുന്നത്? സെൽഫ് ക്രിറ്റിസിസം ഞാൻ എന്നോട് ഇങ്ങനെ പരാതികൾ പറയാം, ഞാൻ ശരിയല്ല, അല്ലെ എനിക്കൊന്നും നടക്കുന്നില്ല, ഞാൻ കച്ചവടം ചെയ്താൽ ശരിയാവണില്ല, ഞാൻ പൈസന്റെ കാര്യം നോക്കിയാൽ ശരിയാവണില്ല, ഫാമിലിനെ നോക്കാൻ പറ്റുന്നില്ല, കുട്ടികളെ മര്യാദക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ. എന്തുകൊണ്ട് എനിക്ക് പറ്റാത്തത്? നീ അത് ചെയ്തുകൊണ്ടല്ല പറ്റാത്തത്. ആരെങ്കിലും നമ്മുടെ അടുത്തൊരു കാര്യം പറയണോ, നീ അത് ചെയ്താണ് നിനക്ക് ശരിയാക്കാൻ പറ്റാത്തത്. നീ അത് പഠിക്കുന്ന സമയത്ത് നീ അത് ഫുട്ബോൾ ജോയിൻ ചെയ്തില്ല, അതാണ് പറ്റാത്തത്. നീ എന്തിനാ ഫുട്ബോൾ ജോയിൻ ചെയ്ത്? അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തത്. ഈ പറഞ്ഞത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുകയാണ്. കാരണം ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മുടെ പാഷൻ ആവാം. ചിലപ്പോൾ നമ്മളെ കഴിവ് സ്കില്ല് കിടക്കുന്ന ഫുട്ബോളിലായിരിക്കാം. അവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫുട്ബോൾ കയറിയത് നമുക്കൊരു പ്രശ്നമായി തുടങ്ങി. കാരണം സെൽഫായിട്ട് നമ്മൾ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് നമ്മളെ പറ്റി അറിയില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ഫാദർ ആയിരിക്കാം, മദർ ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം. പക്ഷെ എന്നെ പറ്റി എനിക്കേ അറിയുള്ളൂ. എനിക്ക് എന്നെ പറ്റി അറിയുന്ന കാര്യം വേറൊരാൾ പറയുമ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ സംശയിക്കാണ്, ഞാൻ എന്നെ സംശയിച്ചു കൊടുക്കുക. പിന്നെ എന്നോടുള്ള സംശയം കാരണം പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്നെ എതിർത്ത് തുടങ്ങാണ്, എന്നെ ക്രിറ്റിസൈസ് ചെയ്യാണ്. ഞാൻ എന്തിനാണ് അപ്പൊ ചെയ്തത്? റിഗ്രറ്റ്സ് വന്നു തുടങ്ങാണ്. ഞാൻ അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് കിട്ടൂലായിരുന്നു, എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ എന്നെ തന്നെ ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അത് എവിടുന്നാണ് വരുന്നത്? ഞാൻ എങ്ങനെയാണ് എന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്? എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്.
എന്നെ ഒരുപാട് ആളുകൾ കുറ്റപ്പെടുത്തിയത്. നമുക്ക് നെവർ മൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു, നമ്മൾ നെവർ മൈൻഡ് ചെയ്തില്ല. നമ്മൾ അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തു. നമ്മൾ കുട്ടികളുടെ ഇന്നർ ചൈൽഡിൽ കുട്ടികൾ എങ്ങനെയാണോ എടുക്കുന്നത്, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന മൈൻഡിൽ അവരെങ്ങനെയാണോ ഇതൊക്കെ എടുക്കുന്നത്, അതുപോലെ ഞാൻ ഇതിനെടുത്തു. അല്ലെ, അവരടുത്ത് ഞാൻ ആ കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു കാര്യം ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ, ഞാൻ എൻ്റെ അടുത്ത് ഒരാൾ എന്നെ കളിയാക്കിയപ്പോൾ, എന്നെ മോശം പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അവർ സംസാരിച്ചപ്പോൾ, എൻ്റെ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അല്ലെ, ചില ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ഓക്കെ, എനിക്ക് ഞാൻ സെൽഫായിട്ട് കുറെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇനി സ്റ്റോപ്പ് ചെയ്യാണ്, എനിക്കത് ശരിയാണ്, ക്ലിയർ ആണ്, ഞാൻ ഒരിക്കലും എന്നെ പറ്റി മോശം പറയില്ല, ഐ ആം എവറിത്തിങ് ഈസ് ഗുഡ്, ഞാൻ വളരെ ഗുഡാണ്, ഞാൻ വളരെ ബെസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കാനും ബാക്കിയുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ ചില കാര്യങ്ങളൊക്കെ നോർമൈൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങും. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തി എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. കാരണം ഇവിടെ അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വൂണ്ട് ഉണ്ട്, ഇന്നർ ചൈൽഡിൽ ഒരു വൂണ്ട് കിടപ്പുണ്ട്. ഈ വൂണ്ട് ഇല്ലാതാക്കുമ്പോൾ മാത്രമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിറ്റിസിസവും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറുള്ളൂ. കമ്പാരിസൺ സ്റ്റോപ്പ് ആവണോ, സെൽഫ് ക്രിറ്റിസിസം സ്റ്റോപ്പ് ആവണോ, നമ്മുടെ ഈഗോ സ്റ്റോപ്പ് ചെയ്യണോ, സെൽഫ് വാലിഡേഷനിൽ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണോ, നമ്മൾ ഒരു സെൽഫ് അറ്റൻഷൻ സീക്കിങ് സ്റ്റോപ്പ് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിലേക്കാണ് മടങ്ങേണ്ടത്. നമ്മളിലെ അപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് അല്ലെ, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, ഇതെല്ലാം പറയുന്നുണ്ട്. നമ്മളെ ഉള്ളിലുള്ള സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയണം എന്നുള്ളതാണ്. നമ്മളെ ഉള്ളിലെ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും. ഞാൻ എന്റെ കഴിയണം, എന്റെ സമയം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവർക്ക്. അല്ലെ, നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സമയം പറയാറുണ്ടല്ലേ, എല്ലാ അമ്മമാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചീത്ത പറയും, കഴിക്ക്, ചീത്ത പറഞ്ഞിട്ട് കഴിപ്പിക്കുക, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കും. കുട്ടികൾ ചിലപ്പോൾ എല്ലാ കുട്ടികളും ഭക്ഷണം ഇങ്ങനെ കൊടുക്കുമ്പോഴേക്കും വാ തൊളിച്ച് കഴിച്ചോന്നും പറഞ്ഞ് തന്നോന്നും പറഞ്ഞ് ഇരിക്കത്തില്ല. കുട്ടികൾ ചിലപ്പോൾ ഓടും. അല്ലെ, കുട്ടികൾ ചിലപ്പോൾ അവരെ പണിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, അപ്പൊ പിന്നാലെ ഓടേണ്ടി വരും. നമ്മൾ ചീത്ത പറയും, ചിലപ്പോൾ വടിയെടുക്കും, പേടിപ്പിക്കും, ഇങ്ങനൊക്കെ ചെയ്യും. ഞാൻ എല്ലാ പാരന്റുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക. നമ്മളെല്ലാവരും മക്കൾ ആദ്യം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മക്കൾക്ക് കൊടുക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പണി കഴിഞ്ഞിട്ട് ഒന്ന് വേഗം കഴിക്കുന്നു പറഞ്ഞ് നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടാണ്, സമാധാനം ഇല്ലാതെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് ഹെൽത്തി അല്ല, മെന്റലി ഫിസിക്കലി ഹെൽത്തി അല്ല. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഹെൽത്തി ആയിട്ട് ഒരു ആശ്വാസം അവർക്ക് കിട്ടുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ സംഭവിക്കുന്നത്, അയാളുടെ സമയം കഴിഞ്ഞ് അയാളൊന്ന് ഭക്ഷണം കഴിക്കുക, അയാൾക്ക് വേണ്ടത് കഴിക്കുക, ആ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് മക്കൾക്ക് കൊടുക്കുക. മക്കൾക്ക് സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഇടയ്ക്ക് കൊടുത്താൽ മതി, അവർ കഴിച്ചോളും. നമ്മളെ പണിയെല്ലാം കഴിച്ചൊന്ന് കൊടുത്തു നോക്കിയാൽ നമുക്കൊരു ദേഷ്യം വരില്ല, നമ്മൾ ക്ഷമിച്ചിരിക്കും അവിടെ. നമ്മൾ പറയണ്ട, നമ്മളൊരു പണി കഴിയാതെ ഞാൻ നിന്റെ പിന്നാലെ നടക്കുകയാണ് അല്ലെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുക്കളോടൊക്കെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊക്കെ നമ്മൾ പറയുന്നത്, എന്റെ എല്ലാ സമയം കളഞ്ഞിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി നിന്ന് തന്നത്. നിന്റെ അടുത്ത് നീ എൻ്റെ അടുത്ത് ആ ഹെൽപ്പ് ചോദിച്ചപ്പോ എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് നിനക്ക് വേണ്ടി നിന്ന് തന്നത്. എന്റെ സമയം മൊത്തം ഞാൻ ഒഴിവാക്കി, എന്റെ ബിസി ഒഴിവാക്കി, നിനക്കും വേണ്ടി ഞാൻ ജീവിച്ചതാ. അവസാനം നീ എന്നെ തേച്ചു അല്ലെ, തേച്ചു എന്നുള്ള വാക്കാണ്, ബ്രേക്കപ്പ് ചെയ്തു അല്ലെങ്കിൽ തേച്ചു അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കി, നിനക്കെന്നെ വേണ്ട. കാരണം എന്റെ ലൈഫ് കംപ്ലീറ്റ്ലി ഞാൻ നിനക്ക് തന്നു. ആരാ തരാൻ പറഞ്ഞത്? ആരെങ്കിലും തരാൻ പറഞ്ഞോ? ആരും തരാൻ പറഞ്ഞിട്ടില്ല, നമ്മളങ്ങ് കൊടുത്തേക്കുക. ആര് പറഞ്ഞു കൊടുക്കാൻ? നമ്മൾ മക്കൾക്ക് വേണ്ടി കൊടുത്തു അല്ലേ നമ്മുടെ ജീവിതം. ഇപ്പൊ ഈ അടുത്തതിൻ്റെ അടുത്ത് വന്നിരുന്നു, അവര് 58 വയസ്സുള്ള ഒരു അമ്മയാണ്. മക്കളെ കുറെ കാലം നോക്കി, ഇപ്പൊ മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ജീവിക്കണ്ടേ? നമ്മളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, നമ്മൾ 100-110% കൊടുത്തുകൊണ്ടിരിക്കുക. ഏത് കാലം വരെ നമ്മൾ കൊടുക്കും? നമ്മുടെ ലൈഫ് സൈക്കിൾ ഉണ്ട്. നമ്മൾ ഇങ്ങനെ ജനിച്ചപ്പോൾ ഒരു മൈൻഡ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം ക്ലിയർ ആയിരുന്നില്ലേ, ആ ക്ലിയർ ആയ ബിലീഫ് സിസ്റ്റത്തിലൂടെ നമ്മൾ എത്തും മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ്. ഇതൊരു സൈക്കിളാ. ഈ സൈക്കിൾ എത്തുന്നവരെ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം കുറച്ച് സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ തെളിച്ചം വരും, ഒരു എൻലൈറ്റ്മെന്റ് വരും അല്ലെ. പ്രായം എല്ലായിടവും കൂടുമ്പോൾ ഒരു എൻലൈറ്റ്മെന്റ് വരും. ഇങ്ങനെ ഒന്നും ജീവിച്ചാൽ മതിയെ, വെറുതെ ഞാൻ മക്കൾക്കും വേണ്ടി ജീവിച്ചു. മക്കൾ എന്നിട്ട് തിരിഞ്ഞു നോക്കിയോ? ഇല്ല. എന്നിട്ട് ഓരോ കുട്ടികളെ നോക്കിയപ്പോ ഞാൻ ജീവിക്കുകയാണ്. എന്താ എനിക്ക് കാലിന് വയ്യ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകില്ല, പൈസ തരാൻ പറഞ്ഞാൽ തരൂല. എന്നിട്ട് ഞാൻ മക്കളെ നോക്കി ഇവിടെ നിൽക്കുകയാണ്. എത്രയോ പേര് നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ആളുകൾ പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ.
ഒരമ്മ ഉണ്ട് നമുക്ക് ഇവിടെ അടുത്താണ്, അവര് നടന്ന് ഒരു ഇച്ചിരി മേലെ നിന്ന് നടന്ന് വരണവർക്ക്. അവര് മക്കള് ഒരാൾ ഓട്ടോ ഡ്രൈവറാ, അയാൾക്ക് ഇവിടെ ആക്കി കൊടുത്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും, എന്നാലും അത് ചെയ്യാറില്ല. അവര് അവിടുന്ന് ആ കാലുവേദന, മുട്ടിന് തേർഡ് ഗേജ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാരാ, അവർക്ക് 2 കാലം ആർത്രൈറ്റിസ് ഉണ്ട്, അവർക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാനും പോകാനും കഴിയൂല, എന്നാലും കഷ്ടപ്പെട്ട് നടന്ന് വരും. എന്നിട്ട് നമ്മൾക്ക് മെഡിസിൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടേ കൊടുക്കില്ല, നമ്മൾ സ്റ്റാഫിനെ വിട്ടിട്ട് അയച്ചു കൊടുക്കില്ല. അപ്പോൾ കാരണം വിഷയം എന്താ പറയുക, അവർക്ക് വരാൻ, അവരിപ്പോഴും നടക്കാൻ പറ്റാത്തതല്ല അവർ കുറ്റമായിട്ട് പ്രശ്നമായിട്ട് പറയണേ. അവർ പറയുന്ന പ്രശ്നം എന്താ പറയുക, വരാൻ പറ്റാത്തത് മകന്റെ കുട്ടിനെ നോക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം, കൊണ്ടാക്കണം. ഇത് ഈ ഒരു പ്രശ്നം, ഇതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കാ ഈ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിലേക്കാണ്. വി ഷുഡ് ഇൻവെസ്റ്റ് അവർ സെൽഫ്. നമ്മൾ റൂട്ടിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടും ഫ്ലവേഴ്സും ഉണ്ടല്ലോ, നല്ല ഫ്ലവേഴ്സ് വേണോ, റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേ, റൂട്ടിൽ സമയം കൊടുക്കുക, നമുക്ക് വേണ്ടി സമയം കൊടുക്കുക. ഭാര്യയ്ക്ക് സമയം കൊടുത്തോ, മക്കൾക്ക് സമയം കൊടുത്തോ, കുടുംബത്തിന് സമയം കൊടുക്കണം, നമ്മൾ ജോലിക്ക് സമയം കൊടുക്കണം, നമുക്കും സമയം കൊടുക്കണം. നമുക്ക് വേണ്ടി നമ്മളെ ഹെൽത്ത്, നമ്മുടെ വെൽത്ത്, നമ്മുടെ എന്റർടൈൻമെന്റ്, നമ്മുടെ സന്തോഷം, നമ്മുടെ സങ്കടങ്ങൾ, നമുക്കൊന്ന് വെറുതെ ഇരിക്കാൻ പറ്റണം, നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റണം. അടുത്ത 6 മാസം കൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റണം, അടുത്ത 10 വർഷം കൂടി എനിക്ക് എവിടെ എത്തണം, ആലോചിക്കാൻ പറ്റണം. ആലോചിക്കണമെങ്കിൽ ഒന്ന് വെറുതെ ഇരിക്കണ്ടേ നമ്മള്? നമുക്ക് വേണ്ടി നമ്മളൊന്ന് സമയം ചെലവഴിക്ക്. മീൻ ടൈം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പറയാന്നല്ലാതെ നമ്മൾ എത്ര പേര് നമുക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്? നമ്മളൊക്കെ അറ്റാച്ച്ഡ് ആണ്, നമ്മളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴേക്കും നമ്മളെ മനസ്സങ്ങ് ഭയങ്കര പടപടാന്ന് പിടക്കുകയാണ്. പക്ഷെ നമുക്ക് പലതും സംഭവിക്കുന്നുണ്ട്, അത് നമ്മൾ തീരെ കോൺഷ്യസ് അല്ല. അങ്ങനെ കോൺഷ്യസ് ആവാത്ത സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് വരും, മൈൻഡിൽ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. ലാസ്റ്റ് എന്താ പറയാ, മടുത്തു, ജീവിതം മടുത്തു, മറ്റുള്ളവർക്ക് ജീവിച്ചോടിയിട്ട് ജീവിതം മടുത്തു. അല്ലെ, വയൽസിലും സിനിമയിലൊക്കെ പോലെ, മമ്മൂട്ടിനൊക്കെ പോലെ നമ്മൾ ഒരുപാട് ജീവിച്ച് തീർത്തു എന്നല്ലാതെ ജീവിതം എങ്ങനെയെങ്കിലും തീർന്നാ മതി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണം കൂടി. മനസ്സിലാകുക, ജീവിതം എങ്ങനെയെങ്കിലും തീർന്നാ മതി, അല്ലെ, 20 വയസ്സെങ്ങാനായിട്ടുണ്ടോ, ഇനി ജീവിതം തീർന്നാ മതി. എവിടെ അയാൾ ജീവിച്ചതിന്? നമ്മൾ ചോദിക്കാൻ അയാൾ എവിടെ ജീവിച്ചത്? ആ 20 വർഷം കൊണ്ട് അയാൾക്ക് മടുക്കാൻ മാത്രം അയാൾ ജീവിതത്തിന് എങ്ങനെ മനസ്സിലാക്കിയത്? അയാൾ ആരിലേക്കോ അയാളെ മൊത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തപ്പോ തിരിച്ചു കിട്ടാതായി. കാരണം കൊടുത്താൽ തിരിച്ചു കിട്ടണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുക്കുന്നതേ നിർത്തണം. ആവശ്യമുള്ളത് കൊടുക്കുക, അത്യാവശ്യമുള്ളത് കൊടുക്കുക, അനാവശ്യമുള്ളത് കൊടുക്കാതിരിക്കുക. അപ്പൊ ഒരു കുടുംബമാണോ, ആവശ്യമുള്ളത് നമ്മൾ കൊടുക്കണം. ഇതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അല്ലാതെ സെൽഫ് ലവ് ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എങ്ങനെ എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ എങ്ങനെയാണ് എന്നെ ഇഷ്ടപ്പെടേണ്ടത്. ഇഷ്ടം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്നേഹം, അല്ലെ, നമ്മുടെ ഉള്ളിലുള്ള എന്നെ ഞാൻ എങ്ങനെ തിരിച്ചറിയണം? വാട്ട് ഐ ആം, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഞാൻ എങ്ങനെ മരിക്കും, എങ്ങനെ ജീവിക്കും? ആ ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ ഒരു ഭൂമിയിലോട്ട് വന്ന ഒരാളാണ്. നാളെ ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ തന്നെ പോകേണ്ട ഒരാളാണ്. ജീവിതത്തിന് ചെറിയൊരു സമയം ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ എത്ര സ്പെൻഡ് ചെയ്തു? മറ്റുള്ളവരെ നോക്കണം, അതിനർത്ഥം നമ്മൾ സെൽഫിഷ് ആവാന്നല്ല. ഇത് സെൽഫിഷ് അല്ല കേട്ടോ. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, സെൽഫ് ലവ് ഈസ് നോട്ട് സെൽഫിഷ്നെസ്. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെന്റ് 100% എനിക്ക് കൊടുക്കുമ്പോഴാണ്. എനിക്ക് ഞാൻ അറ്റാച്ച്മെന്റ് കംപ്ലീറ്റ് 100% ഞാൻ എന്റെയിലേക്ക് കൊടുക്കുമ്പോൾ അത് ശരിക്കും എന്തായി? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൽഫിഷ്നെസ് ആയി. മറ്റേ സെൽഫാണ്, ഇന്നർ സെൽഫ്. എനിക്ക് എന്നെ ഇഷ്ടപ്പെടണം, എന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാനാവണം. ഞാനായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരാൾ ഒരുപാട് വെറുതെ അങ്ങ് വിശ്വസിച്ചു പോകും. നമ്മൾ ഒരുപാട് വിശ്വസിക്കുമ്പോൾ ഒരാൾക്ക് നമ്മളെ പറ്റിക്കാനുള്ള വകുപ്പ് കൂട്ടിക്കൊടുക്കുകയാണ്, അല്ലെ? ഒരാൾ എന്നെ ഒരുപാട് പറ്റിച്ചു. എങ്ങനെ പറ്റിച്ചത്? ആ സ്പേസ് ഞാൻ കൊടുത്തു, അയാൾ അതുകൊണ്ട് എന്നെ പറ്റിച്ചത്, അല്ലെ? ഒരാൾ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, ഞാൻ കൂടെ, അയാളെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടെ പോയതാ, പക്ഷെ അയാളൊന്നും ചെയ്തില്ല. അയാളെല്ലാം ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയതാ തെറ്റായി പോയത്. അപ്പൊ ഞാൻ എങ്ങനെ ഒരാളെ വിശ്വസിക്കും? ആദ്യം നിങ്ങളെ വിശ്വസിക്കുക. ഞാൻ എന്നെ വിശ്വസിക്കണം. അപ്പൊ എനിക്ക് റിയാലിറ്റി പിടുത്തം കിട്ടും. ഞാൻ എന്നെ വിശ്വസിച്ചാൽ മതി. എന്നെ വിശ്വസിക്കണം, എന്റെ കഴിവുകളെ ഞാൻ അറിയണം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഒറ്റക്കാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്യേ. അപ്പൊ ഞാൻ എന്റെ കഴിവുകൾ ആദ്യം മനസ്സിലാക്കുക. എന്റെ കഴിവുകളെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. ആദ്യം ഞാൻ എന്നെ സെർവ് ചെയ്യുക. ഞാൻ ഡോക്ടറാണ്. എന്ന് പറയുമ്പോൾ എനിക്ക് രോഗം വരുമ്പോൾ ഞാൻ രോഗിനെ പോലെയല്ല ചികിത്സിക്കണം. എന്റെ രോഗത്തെ എനിക്ക് മാറ്റാൻ പറ്റണം. ഞാൻ ആദ്യം എന്നെ സെർവ് ചെയ്യണം.
എന്നിട്ട് വേണം ഞാൻ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ. എൻ്റെ സ്റ്റാഫ് ഇവിടെ രോഗം പിടിച്ചിരിക്കുന്ന സമയത്ത് രോഗികൾക്ക് നെഗറ്റീവ് എനർജി വരുള്ളൂ. എൻ്റെ സ്റ്റാഫിന് എപ്പോഴും രോഗം ചികിത്സിക്കണം, അവരെ രോഗം ഇല്ലാതാവണം. അപ്പോഴാണ് വരുന്ന രോഗികൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ, അപ്പോഴാണ് അവർ അസുഖം മാറുന്നുള്ളൂ, അപ്പോഴേ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഒരാളെ ട്രെയിൻ ചെയ്യുന്നുണ്ടോ, ഞാൻ ട്രെയിൻഡ് ആവണം ആദ്യം. ഞാൻ മൈൻഡ്ഫുൾനെസ് കൊടുക്കുന്നുണ്ടോ, ഞാൻ മൈൻഡ്ഫുൾനെസ് ആയിരിക്കണം ആദ്യം. അപ്പൊ എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടോ, ഞാൻ ഇതൊക്കെ ആണോ, ആണെങ്കിൽ ഞാൻ കൊടുക്കണം, അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇതിന് നമ്മൾ ചില ആളുകൾ പറയുന്നത് ജഡ്ജ്മെന്റ് എന്ന് പറയില്ല. ജഡ്ജ്മെന്റ് എന്ന് പറയും കമ്പാരിസൺ അല്ലേ എന്ന് പറയും. കമ്പാരിസൺ നല്ലതല്ലേ എന്ന് പറയാനുണ്ട്. അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്തല്ലേ നമുക്കത് മനസ്സിലാവുന്നത്. കമ്പാരിസൺ ജഡ്ജ്മെന്റ് ആണ്. നമ്മൾ ഈ പറയുന്നത് അനലൈസ് ആണ്. അനാലിസിസ് നമുക്ക് വേണം. നമ്മൾ എന്താണ്, എങ്ങനെയാണ്, എന്താ ജീവിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ പോകുന്നത്, കുടുംബജീവിതം എങ്ങനെയാണ് പോകുന്നത്, നമ്മുടെ എന്താണ് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത്, എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണ്, സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെ ആകണം, ഇതെല്ലാത്തിനെ കുറിച്ച് അനാലിസിസ് നമുക്ക് വേണം. നമ്മൾ കമ്പയർ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റിലാണ്, ജഡ്ജിങ് ആണ്. ഞാൻ അയാളെ പോലെ അല്ല, അയാൾ എന്നെ പോലെ അല്ല, എൻ്റെ മക്കൾ അവരെ പോലെ അല്ല. ജഡ്ജ്മെന്റിലാണ്, നമ്മൾ ജഡ്ജ് ചെയ്യണം, അല്ല നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കമ്പാരിസൺ. അപ്പൊ ഈ കമ്പാരിസണും നേരത്തെ നമ്മൾ അനാലിസിസ്, നമ്മളിപ്പോ ഇത്രയും പറഞ്ഞതൊക്കെ അനാലിസിസ് ആണ്. നമ്മൾ ആണോ അല്ലേ നോക്കലാണ്. അങ്ങനെ നോക്കി നമ്മൾ നമ്മളിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നത്, നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് ഇന്നർ ബിലീഫ് സിസ്റ്റത്തിന് ഇതൊരു കംപ്ലീറ്റ് ടോപ്പിക് തന്നെ എടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് ടോപ്പിക്കിനെ ചുരുക്കി ഒരു ചെറിയൊരു സമയമായിട്ടുള്ള പറഞ്ഞതാണ്. അപ്പൊ ഇന്നർ മോസ്റ്റ് ബിലീഫ് സിസ്റ്റം നമ്മൾ പറയുന്ന റൂട്ടാണ് ഏറ്റവും പ്രധാനം. ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ് ഞാൻ. റൂട്ടാണ് ഏറ്റവും പ്രധാനം. റൂട്ടിൽ നിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നു. ഈ ഫ്ലവേഴ്സിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റൂട്ടിൽ കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മര്യാദയ്ക്ക് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും. അല്ലാതെ നല്ല ഫ്ലവേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അത് പറിച്ചുകൊണ്ട് ഓടുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കരുത്. നല്ല രീതിയിൽ ഫ്ലവേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, മോട്ടിവേഷൻ അല്ല ഇതൊന്നും മോട്ടിവേഷൻ, ഇതൊക്കെ ഒരു ഐ ഓപ്പണിംഗ് ആണ്. നമ്മുടെയൊക്കെ ലൈഫിനെ പറ്റി നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങണം. നമ്മുടെ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ വാലിഡേറ്റിംഗ് ആണോ, നമ്മൾ വാല്യൂ ഇങ്ങനെ പരിഗണന കിട്ടാൻ വേണ്ടി ഇങ്ങനെ മൂത്തിരിക്കുകയാണോ, നമ്മൾ തീവ്രമായി ചിന്തിച്ചിരിക്കാറുണ്ടോ? ഒരാൾ അറ്റൻഷൻ കിട്ടണം, അയാൾ എന്നെ ശ്രദ്ധിക്കണം, അയാൾ എന്നെ നോക്കണം, എന്നെ മാത്രം നോക്കണം, എന്നോട് മാത്രം സംസാരിക്കണം, ഞാനത് പറയാറുണ്ടോ? എൻ്റെ മനസ്സിലത് വരാറുണ്ടോ? എനിക്ക് അയാളോടൊരു ദേഷ്യം തോന്നുന്നുണ്ടോ? അയാളോടൊരു വെറുപ്പ് തോന്നുന്നുണ്ടോ? ഒരു ഈഗോ ഉണ്ടോ? സുപ്പീരിയറ്റ് ഈഗോ ഉണ്ടോ? ഒരു ഇൻഫിയേറ്റ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരൊക്കെ ഓക്കെയാണ്, ഈ തിങ്ക് എനിക്ക് വരുന്നുണ്ടോ? നമ്മൾ ഇത് ഇങ്ങനെ അനലൈസ് ചെയ്യുക. നമുക്ക് എവിടേക്കോ നമ്മുടെ ലൈഫിൽ ഇതിനായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രശ്നങ്ങൾ എവിടേക്കോ ഇതുപോലെ സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിലും ഇതിനൊക്കെ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് വരാൻ ആഗ്രഹം തോന്നും. ആ ചേഞ്ച് വരുന്ന അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, ആ അക്സെപ്റ്റൻസ്, സെൽഫ് അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെ, നമ്മൾ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എങ്ങനെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുക? നമ്മൾ റൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സെൽഫ് ലവ്, നമ്മളെ ഇഷ്ടപ്പെടുക. നമ്മളിലേക്ക് ഇറങ്ങി നമ്മൾ ഇഷ്ടപ്പെടും, മറ്റുള്ളവർ നമ്മൾ ഇഷ്ടപ്പെടും. എനിക്ക് കറുപ്പ് നിറമാണോ? കറുപ്പ് നിറം അത് തന്നത്, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് ഞാൻ കറുപ്പാണോ? കറുപ്പാണ്. വെളുപ്പാണോ? വെളുപ്പാണ്. ഓക്കെ, ഞാൻ വണ്ണമുണ്ട്. ഞാൻ വണ്ണമില്ല, മെലിഞ്ഞിട്ടാ, നല്ല മെലിഞ്ഞിട്ടാ. ഓക്കെ, അപ്പൊ മെലിഞ്ഞിട്ടാണെങ്കിൽ മെലിഞ്ഞിട്ട്, വണ്ണം ഉള്ളതാണെങ്കിൽ വണ്ണം ഉള്ളത്. എന്താണ്, എങ്ങനെ അത് ബോധർ ചെയ്യുന്നത് അല്ലെ? നമ്മൾ എങ്ങനെ ബോധർ ചെയ്യുന്നത്? നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വം ഉണ്ട് എന്ന് പറയുന്ന പോലെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഐഡന്റിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഐഡന്റിറ്റിയിൽ നമ്മൾ എത്രത്തോളം പ്രൗഡാണോ, എത്രത്തോളം നമ്മൾ എൻകറേജ്ഡ് ആണോ, ഹാപ്പി ആവുക. ഓക്കെ, അതാണ് സെൽഫ് ലവ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഓക്കെ പറയാ, നമ്മൾ ഓക്കെയാണ്. നമ്മളൊരു ഡ്രസ്സ് ഇട്ടുമ്പോൾ അവരെന്താ വിചാരിക്കുക, വാട്ട് ദേ തിങ്ക് അല്ലേ, വാട്ട് ദേ തിങ്ക്, അത് ഭയങ്കര പ്രശ്നമാണല്ലോ. അവരെന്ത് വിചാരിക്കും? ഞാനാ പോയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് അവരെന്ത് വിചാരിക്കും? ഞാനൊരു ടീഷർട്ട്, ഞാൻ ഡോക്ടറല്ലേ, ഞാൻ ടീഷർട്ട് ഇടാൻ പാടുണ്ടോ? ഞാൻ നല്ലൊരു ഷർട്ടും ഇന്നൊക്കെ ചെയ്തിട്ടല്ലേ ഇരിക്കണ്ടേ? അങ്ങനെയല്ലേ ഡോക്ടേഴ്സ്? ഞാൻ എന്നെയാണ് നോക്കുന്നത്. ഡോക്ടേഴ്സ് വേറെ പല മനുഷ്യന്മാരും ഉണ്ടായിരിക്കും. അവർക്ക് ഇഷ്ടമുള്ള അവർ ജീവിക്കട്ടെ, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കട്ടെ. എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുന്ന മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താൻ പാടില്ല, മറ്റുള്ളവരെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ പാടില്ല. എനിക്കിഷ്ടമുള്ള പോലെ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇഷ്ടങ്ങളാവരുത്. അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, ഞാൻ എൻ്റെ ചിന്താഗതി അല്ല ഇവിടെ പറയുന്നത്. ഞാൻ പറയുന്നത് ലിബറലിസം അല്ല, ഞാൻ പറയുന്നത് സെൽഫ് ലവ് ആണ്.
സെൽഫ് ലവ് ഞാൻ എന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. എന്നെ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് നടക്കാം. എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം എന്ന് പറയുമ്പോൾ മാന്യത വേണം, ബഹുമാനം വേണം, റെസ്പെക്റ്റ് വേണം, സെൽഫ് ലവ് വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം, എല്ലാം വേണം. സെൽഫ് കോൺഫിഡൻസ് വേണം, സെൽഫ് എസ്റ്റീം വേണം. എന്നാലേ മറ്റുള്ളവർ നമുക്കത് തരുള്ളൂ, എന്നാലേ മറ്റുള്ളവർക്ക് നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ചില ആൾക്കാർ ദിസ് ഈസ് മൈ ബോഡി, മൈ ഡ്രസ് എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ശരീരമാണ്, എൻ്റെ കാര്യമാണ്, ഞാൻ നോക്കിക്കോളാം. നമ്മളൊക്കെ സോഷ്യൽ ഹ്യൂമൻ ബീങ് ആണ്. സോഷ്യൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് മറ്റുള്ളവരും ഇവരും അവരും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ പറയുന്ന എൻ്റെ കുടുംബക്കാരോ എൻ്റെ വീട്ടുകാരോ ഒന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ എന്നെ കൊണ്ടുപോകേണ്ടി വരിക. ചിലപ്പോൾ ഞാൻ വേറെ ഏത് രാജ്യത്തായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏത് നാട്ടിലായിരിക്കും ജീവിക്കുന്നത്, വല്ല ആക്സിഡന്റിലായിരിക്കും മരിക്കുന്നത്. എന്നെ കൊണ്ടുപോകുന്ന ഇതിനൊരു ബന്ധമില്ലാത്ത 4 മനുഷ്യന്മാരായിരിക്കാം, അല്ലെ 5 മനുഷ്യന്മാരായിരിക്കാം. അതെ, മതമില്ല, ഒരു ഒന്നുമില്ല. അപ്പൊ അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സുപ്പീരിയറിറ്റി ഈഗോ നമുക്ക് അവിടെ വരാൻ പാടില്ല. അത് ലിബറലിസത്തൊക്കെ ശരിക്കും ആ സുപ്പീരിയറിറ്റി ഈഗോ ആണ് വരുന്നത്. ഞാൻ ഓക്കെയാണ്, മറ്റുള്ളവരൊക്കെ മണ്ടന്മാരാണ്, അവരൊക്കെ എന്ത് ചിന്തകളാണ്, ഞാൻ മാത്രം പെർഫെക്റ്റ്, ഞാൻ മാത്രം ഓക്കെയാണ് എന്ന് പറയുന്ന സുപ്പീരിയറിറ്റി ഈഗോ ആണ് ശരിക്കും ലിബറലിസത്തിലൊക്കെ വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇവിടെ പെർഫെക്റ്റ് ആവാനുള്ള ശ്രമമല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ മൈൻഡ്ഫുൾ ആവാനുള്ള ശ്രമം നടത്തിയാൽ മതി. നമ്മൾ ഓക്കെയാണ്, മറ്റുള്ളവരും ഓക്കെയാണ്, അവരും ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്, നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നു, അവരും അക്സെപ്റ്റ് ചെയ്യുന്നു. ബസ് അത് കഴിഞ്ഞു, അതോടെ തീർന്നു പരിപാടികളൊക്കെ. അതോ നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കാം. നമുക്ക് നല്ലൊരു ടീഷർട്ട് ഇടാം, നീ ടീഷർട്ട് ഇട്ടോ. നല്ലൊരു ഷർട്ടാണോ, മാന്യമായ ഡ്രസ്സാണോ, അത് ഇട്ടോ. അത് ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അതൊന്നും നോക്കണ്ട. നമ്മളെ ഹേർട്ട് ചെയ്യാത്ത സാധനമാണ്, മറ്റുള്ളവരെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാത്ത സാധനമാണെങ്കിൽ കുഴപ്പമില്ല. ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതെയാണ് മറ്റുള്ളവർ പലരും പറയുക, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വാട്ട് ദേ തിങ്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു എനർജിയാണ്. ആ എനർജി ട്രാൻസ്ഫർ ചെയ്യും. നമ്മളത് വല്ലാണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ എന്താണോ ചിന്തിച്ചത് അത് അവർ പറയുകയും ചെയ്യും. ഞാനിങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുക, ഞാനിങ്ങനെ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ബൈക്കല്ലേ, കാർ എടുക്കണ്ടേ, എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ എല്ലാവർക്കും കാറുണ്ട്, അപ്പൊ എല്ലാവരും എന്നോട് കാർ എടുത്തോ ചോദിക്കാണ്. അപ്പൊ ഞാൻ ബൈക്ക് എടുത്താൽ മോശമല്ലേ, ഞാൻ കാർ തന്നെ എടുക്കാം, എന്നിട്ട് കുറെ കടമാക്കാം അല്ലേ. അവിടെ ഞാൻ ബൈക്ക് എടുത്താൽ മതി. ബൈക്കിൽ ഞാൻ കംഫർട്ടാണോ ബൈക്ക് എടുത്താൽ? മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ എങ്കിൽ നമുക്ക് ലയബിലിറ്റി ആയിരിക്കും, അത് കടമായിരിക്കും. നേരെ വെച്ച് നമ്മൾ കംഫർട്ടിലാണോ നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ കൃത്യമായ ചിന്തകളിൽ നിന്ന് പോയിട്ട് നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, കൂടുതൽ സമയം പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, നമ്മൾ ബിലീഫ് സിസ്റ്റം എന്താണെന്നുള്ളതും അതിൻ്റെ എവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ നമ്മൾ പറഞ്ഞത്. അതിൽ ഈഗോ, സുപ്പീരിയറിറ്റി ഈഗോ, ഇൻഫീരിയറിറ്റി ഈഗോ പറഞ്ഞു. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ. അതായത് ഞാനും ഓക്കെ അല്ല, നീയും ഓക്കെ അല്ല. ആ സാധനത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അങ്ങനത്തെ ആളുകളെ എപ്പോഴും നമ്മൾ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു വിടണം. ഓക്കെ, ചില ആൾ ആർഗ്യുമെന്റിനൊക്കെ വരില്ലേ, ഈ വാലിഡേഷൻ സീക്കിങ് ആളുകളൊക്കെ ആർഗ്യുമെന്റിന് വരും. ലാസ്റ്റ് നമ്മുടെ ടോപ്പിക് അതും കൂടി പറഞ്ഞിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ആർഗ്യുമെന്റിന് വരും. ആർഗ്യുമെന്റ് വരുന്ന സമയത്ത് എന്താണ് അല്ലെ, ചില ആളുകളൊക്കെ ഡോക്ടർ അതിപ്പോ അങ്ങനെ ഒരു ഇത് വന്നല്ലോ, അപ്പൊ അതിങ്ങനെ ഈ റീസൺ ആണോ, ഈ കിഡ്നി സ്റ്റോൺ ആകുമ്പോൾ ഇങ്ങനെയല്ലേ വരിക. ഇവർ ചിലപ്പോൾ കാര്യം നമ്മളത് ചോദിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ശരിക്കും പഠിക്കാനാന്ന് തോന്നും. നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ വരും അതങ്ങനെയല്ലല്ലോ, നിങ്ങളുടെ സിസ്റ്റം ഇങ്ങനെയല്ലല്ലോ, പിന്നെ അങ്ങനെയാണ്. അതായത് നമ്മളോട് എതിർപ്പ് കാണിക്കുക, നമ്മൾ പറഞ്ഞത് ശരിയല്ല എന്ന് അവര് സ്വയം പ്രൂവ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി വരുവാണ്. ആർഗ്യുമെന്റ് തർക്കിക്കാൻ വേണ്ടി മാത്രം വരികയാണ്. അപ്പൊ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് അല്ലെ. നമ്മളെ ചില കാര്യങ്ങളൊക്കെ ഈ എന്താ പറയാ, ചില പരിഗണന കൂടുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വെറുതെ ഒരു സെൽഫ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, സെൽഫായിട്ട് വാല്യൂ ഒന്നുമില്ല. വെറുതെ അവർക്ക് എന്തായാലും ഇത് ശരിയല്ല, മറ്റുള്ളവർ ശരിയാണെന്ന് പറയുന്നതിന് അതിന് വെറുതെ എതിർത്തുകൊണ്ടേയിരിക്കും, തർക്കിക്കുവാനായിരിക്കും. അപ്പൊ ഒരുപാട് ചോദ്യം ചോദിക്കുന്നവരുണ്ടാവും, സംസാരിക്കുന്നവരുണ്ടാവും, കൂട്ടത്തിലുള്ള ആളുകളുണ്ടാവും. ഇവരത്തൊന്നും നമ്മൾ തർക്കിക്കാൻ പോവാതിരിക്കുക, ഇവരത്തൊന്നും കൂടുതൽ സംസാരിക്കാതിരിക്കുക. ഇവരൊക്കെ നമ്മൾ ചില ടോപ്പിക്കുകളെ പറ്റി പറയുന്ന സമയത്ത് ഇവർ ക്ലിയർ ആവുന്നില്ല, ഇവർക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ വിട്ടേക്കുക. അവർ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എനർജി കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ അവർ തർക്കിക്കുകയാണെങ്കിൽ ആ തർക്കം, സംവാദത്തിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടായ ആളുകളൊക്കെ ഉണ്ടാവും. തർക്കം കാണുമ്പോഴേക്കും അതിലേക്ക് കയറുന്നു, ഭയങ്കര തർക്കിക്കുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വേറെ ലെവലിലുള്ള ഒരാളാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയെങ്കിലും ഇട്ടുപോയാൽ മതി, ഈ പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിപ്പോവും. കാരണം അവരത്രയും അതിൽ കണ്ണിങ് ആയിരിക്കും. അപ്പോൾ ഈ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഈ പറയുന്ന എന്താണ് ഈ വാഗ്വാദം സംവാദത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവർ തർക്കിക്കാന്ന് ഉദ്ദേശം, അവർ നോളജ് ഗെയിനിങ് അല്ല, തർക്കിക്കാണെന്ന് ഉദ്ദേശം. അപ്പൊ തർക്കിക്കാൻ വരുന്ന ആളുകളിൽ എന്തുണ്ടാവില്ല, ഒരു തരത്തിലും ഒരു അവരെ വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്, സെൽഫ് വാല്യൂ അവർക്കില്ലല്ലോ, അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ ഇതേപോലെയാണ് ശരിക്കും ആർഗ്യുമെന്റുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ കമ്പാരിസൺ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കണം, മനസ്സിലാകണം. നമ്മുടെ ലൈഫിലൊക്കെ ഇതിനായിട്ട് എന്തൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയമായി, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്.
ഓക്കെ, എല്ലാവർക്കും നന്ദി കേട്ടത്. എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഓക്കെ. ഹലോ യൂനുസ് സാർ, വളരെ സന്തോഷം. നമ്മൾ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതൽ ഹലോ, ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഓക്കെ, ആരെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ ഓക്കെ, ടെക്നിക്കൽ ഇഷ്യൂസ് ആണെന്ന് പറയുന്നുണ്ട് സാർ, ഫൈസൽ സാറ്. ഹലോ സർ. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? കേക്കാലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, ഇപ്പൊ കേൾക്കുന്നുണ്ട്. അവിടെ നല്ല മഴയാണ്, അപ്പൊ അതുകൊണ്ടാണ് കേൾക്കുന്നുണ്ടോ ചോദിച്ചത്. അപ്പൊ സാറ് പറഞ്ഞ അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണ ഒരു കാര്യം തന്നെയാണ്. അതായത് എന്താ പറയാ, എന്താ പറയാ, നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നെ സമയം കണ്ടെത്തണം, മാറ്റി വെക്കണം, നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന്. അപ്പോ പിന്നെ സാറ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് ട്രിഗർ ചെയ്തൊരു സംഭവം ഞാൻ പറയാം. അതായത് സാറ് പറഞ്ഞില്ലേ, നമ്മളുടെ ഏറ്റവും ഒരു വീക്കസ്റ്റ് സിറ്റുവേഷനിലാണ് നമ്മളുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ട്രിഗർ ചെയ്യാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പലപ്പോഴായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, എന്താണ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര സങ്കടമുള്ള ഒരു സമയം, അല്ലെങ്കിൽ ആരും എന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് ചിലപ്പോൾ ആരുടെ അടുത്തൊന്നും കിട്ടാതെ വരുമ്പോ എൻ്റെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന എന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മളത് അത്ര, ഞാനും വിചാരിച്ചു, ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത്. പിന്നെ ഞാൻ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ചിന്തിച്ചത്. ശരിക്കും നമ്മൾ അവിടെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തപ്പോ നമ്മൾ അതേ സിറ്റുവേഷൻ ആണ് വീണ്ടും വീണ്ടും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അത്രത്തോളം തന്നെ ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. നമ്മൾ അവിടെ അത്ര പ്രതീക്ഷിക്കണില്ലല്ലോ, കാരണം ആ പ്രായം അങ്ങനെയാണ്, ഒന്നും അറിയാത്തൊരു പ്രായമാണ്. പക്ഷെ അത് ഇത്രത്തോളം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കണ എന്നുള്ളത് നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴാണ്. അവിടെ റെഡി ആക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും റെഡി ആക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ അത്ര തന്നെ ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കായിരുന്നു എന്നുള്ളൊരു ഫീലിങ്സ്. അപ്പൊ മാക്സിമം ഞാൻ എന്താ പറയാ, നമ്മളുടെ മക്കളില് അതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാന് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സാർ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഞാൻ ആ ഒരു ചെറുപ്പത്തിലൊരു അതായത് ഞാൻ അങ്ങനെ, എന്നോട് അങ്ങനെ ആരും സംസാരിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയ സമയത്ത്. അപ്പം അത് നമ്മൾക്ക്, പക്ഷെ ഇപ്പൊ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ നിന്നും മായാത്തൊരു കാര്യമാണ്. 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആരും സംസാരിക്കാനുണ്ടാവില്ല. അപ്പൊ ഈ സംസാരിക്കാനില്ലാത്ത കാരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ അടുത്തുള്ള പ്രശ്നമല്ല. എന്റെ അമ്മയ്ക്ക് കുറച്ചൊരു മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം അമ്മേനെ കാണുന്നത് അങ്ങനെയാണ്, ആ ആളുടെ മകളല്ലേ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഈ നമ്മളെ അറിയുന്ന മക്കളൊക്കെ എന്ത് ചെയ്യും, നമ്മളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരാൾക്ക് അറിയാന്നുണ്ടെങ്കിൽ പിന്നെ അത് ചുറ്റുവട്ടും അറിയുമല്ലോ. അപ്പൊ ആ കുട്ടി അവരുടെ മോളാണ്,
അപ്പൊ ആ അമ്മ അങ്ങനെയാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അവിടുന്ന് ഇങ്ങനെ ചെയിൻ പോലെ കണക്ട് ചെയ്താണ് ഈ കുട്ടികൾ മിണ്ടാതാവുക. പിന്നെ നമ്മൾക്കൊരു അത്രപ്പം നമ്മളുടെ ഒരു 2-3 വർഷം നമ്മളെ ആ ടീച്ചേഴ്സ് ശ്രദ്ധിക്കുക എന്നതല്ലാതെ പിന്നെ വേറൊരു സംഭവം നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അവിടെ ഈ 2-3 വർഷവും നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യണത്. അതേപ്പൊ ഇനി പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിൽ അതൊക്കെ നമ്മൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വലിയതായപ്പം നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും, നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മക്കൾ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരാള് നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിരുന്നെങ്കിലും അപ്പൊ അവിടെ അത് കിട്ടാതെ ചിലപ്പോ അവരെ കൊണ്ട് ചിലപ്പോ നമ്മളെ സഹായിക്കാൻ പറ്റാത്തതായിരിക്കാം. നമ്മളുടെ പ്രശ്നങ്ങൾ ഇപ്പൊ നമുക്കല്ലേ അറിയുള്ളൂ, അവർക്ക് അറിയില്ലല്ലോ. അപ്പം ഈ സംഭവം എന്താ പറയാ തരണം ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് എങ്ങനെയോ മുന്നിലേക്ക് അങ്ങോട്ട് പോകണതാണ്. ഇപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് 4ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചൊരു സാറ് ആദ്യം അങ്ങനെ അത്ര ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ തൂണും ചാരി ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണ കണ്ടപ്പം സാറ് കുറച്ച് ദിവസം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ സാറ് പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചു, എന്താണ് വീട്ടിലെ പ്രശ്നമുണ്ടോ? അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സാറിന് മനസ്സിലായത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മളുടെ പഠനമാണെന്നുണ്ടെങ്കിലും ഇനി വേറെ കുട്ടികൾ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളോട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ നമ്മളുടെ അത്രയും കിട്ടാത്തൊരു സാധനം അവിടെ നിന്ന് കിട്ടിയപ്പം മേ ബി അതായിരിക്കണം ചിലപ്പോ ഇപ്പോഴും എവിടേക്കോ കിട്ടാത്ത സാധനങ്ങള് പെട്ടെന്ന് നമ്മൾ സ്വയം ഉണ്ടാക്കി എടുക്കുകയാണ്. അതായത് ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ധൈര്യമാണോ എന്താ പറയാ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല. സാർ ഇത് പറഞ്ഞപ്പോ ഞാനത് ഇതായിപ്പോയി. അത് എന്ന് പറയുന്നത് നമ്മള് ഒരു ഇമോഷണൽ ഹീലിംഗ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഇമോഷണൽ ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മള് നമ്മളെ ലൈഫില് നമ്മൾ ഒരുപാട് മോട്ടിവേഷൻസ് കേട്ട് നമ്മളൊരു പ്രോബ്ലം ഇത് ഇങ്ങനെയാണ്, ഓക്കെ ലൈഫിൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഓവർകം ചെയ്തിട്ടുണ്ടാവും. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം നമ്മൾ ഓവർകം ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ഓവർകം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ധൈര്യം കിട്ടും അല്ലെ? ഈ ഓവർകം ചെയ്ത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കുറെ പ്രശ്നങ്ങൾ കണ്ടു വളർന്നതാണ്, ഞാൻ കുറെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ ഓവർകം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനമുണ്ട്. ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ വൂണ്ട് ഉണ്ടല്ലോ, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ആ സ്കിന്ന് പഴയ പോലെ ആവുമ്പോഴാണ് ശരിക്കും അത് ഹീലിംഗ് ആവുന്നത്, ഉണക്കം വരുന്നത്, മാറുന്നത്. ഇല്ലെങ്കിൽ അത് സ്കാറാണ്, അതൊരു പാടായിട്ട് മാറും അവിടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഓവർകം ചെയ്ത എല്ലാ അനുഭവങ്ങളും സ്കാർസ് ആണ്. അതായത് കംപ്ലീറ്റ് ഇമോഷണൽ ഹീലിംഗ് അവിടെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഇമോഷണൽ ഹീലിംഗ് സംഭവിക്കാതിരിക്കുന്ന സമയത്ത് ഈ ഇമോഷൻ എന്ന് പറയുന്ന സാധനം ഒരു എനർജി അല്ലേ, ഈ എനർജി ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീടിന്റെ മുമ്പിൽ വലിയൊരു ഗാർബേജ് വെച്ചേക്കുക, നമ്മൾ ഒരുപാട് കുപ്പത്തൊട്ടി, ഒരുപാട് ഫുഡ് വേസ്റ്റ് ഉണ്ട്, എല്ലാ സാധനവും നമ്മൾ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ഇട്ടേക്കുക, നമുക്ക് സ്മെല്ലുണ്ട്, എല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ വീടിന്റെ പിൻഭാഗത്ത് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി വെച്ചേക്കുക. എന്നിട്ട് എന്നും രാവിലെ വരുമ്പോൾ ഈ ഗാർഡനെ നോക്കുന്നു, നമ്മൾ ഭയങ്കരമായിട്ട് പ്രൗഡ്, എന്ത് രസമാണ്, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഫീല് നമുക്ക് വരുമ്പോഴും ഒന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും ഇതിന്റെ നാറ്റം, നമ്മൾ ഫുഡ് വേസ്റ്റും എല്ലാം ഫ്രണ്ടിലിട്ടേക്കുവാണ്. അതായത് ഈ ഫ്രണ്ടിലുള്ള ഗാർബേജ് ആണ് നമ്മുടെ ഈ സ്കാർസ്. ഈ സ്കാർസ് മാറാതെ ഈ ബാക്കിൽ ഉണ്ടാക്കി വെച്ച മോട്ടിവേഷൻസ് കൊണ്ട് നമുക്ക് യാതൊരു ഉപകാരങ്ങളുമില്ല. ഇതാണ് ചില ആളുകൾക്ക് നന്നായിട്ട് മോട്ടിവേറ്റഡ് ആവും. നമ്മളിപ്പോൾ ചില കേസിലൊക്കെ ഫസ്റ്റ് ഡേ ഒക്കെ സംസാരിക്കുന്ന സമയത്ത്, അപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ സംസാരം കഴിയുമ്പോഴേക്കും ഇവർ ഭയങ്കര സെറ്റാണ്, ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര മാഗ്നിഫിഷൻ, ഞാൻ റെഡിയാണ്, എൻ്റെ മൈൻഡ് എനിക്ക് ഇപ്പോഴാണ് ക്ലിയർ ആയത്, ഞാൻ ഇനി എന്തും ചെയ്യും, എൻ്റെ മൈൻഡ് ഇപ്പൊ സെറ്റായി എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ഇവര് വീണ്ടും ആ പ്രോബ്ലത്തിലോട്ടാണല്ലോ ഈ പോകുന്നത്. ഈ പ്രോബ്ലത്തിലോട്ട് പോകുന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞതെല്ലാം മറന്നു തുടങ്ങാം. ബിക്കോസ് ഇവര് 10-20 വർഷമായിട്ട് ഇവരെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ഹീൽ ചെയ്യാണ്ട് അവിടെ കിടക്കുന്നുണ്ട്, സ്കാർസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ ഓവർകം ചെയ്യും ടൈം നമ്മൾ വെയിറ്റ് ചെയ്യില്ലല്ലോ. സോ ടൈം വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും.
പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ മുറിവുകളുടെ ഉണക്കം മാറാത്ത മുറിവുകളോ പാടുകളോ ആയിട്ട് അതവിടെ ഇരിക്കുന്നുണ്ട്. ആ ഇരിക്കുന്ന സംഭവത്തിനെ നമ്മൾ പിൽക്കാലത്ത് നമുക്കത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആ റിഫ്ലക്ഷൻ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ. നമ്മുടെ ലൈഫിൽ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാവരുടെ ലൈഫിലും ഒരേ പാറ്റേൺ ആണ് ലൈഫിൽ പ്രോബ്ലംസ് വരിക. ഒരേ പാറ്റേൺ ആണ്. കാരണം അത് നമ്മളത് ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുന്നത് വരെ നമ്മളാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്ന് മുതൽ നമ്മൾ ഇന്നർ സെൽഫിനെ മനസ്സിലാക്കുന്നു അന്ന് മുതൽ ആ പാറ്റേൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം വരുന്നത്. അപ്പൊ നമ്മൾ ആ ഇമോഷണൽ ഹീലിംഗ് വരുവണം. ഇമോഷണൽ ഹീലിംഗ് വരുമ്പോഴാണ് ഈ സ്കാർസ് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. അതായത് എവിടെയാണ് നമ്മൾ പ്രോബ്ലം കിടക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിന് ഹീൽ ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവരുമ്പോഴാണ് ശരിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുവരെ മൈൻഡ്ഫുൾനെസ് ആണ്, ഒരു സമാധാനമൊക്കെ കിട്ടും നമുക്ക്, അല്ലെ? ഓവർകം ചെയ്യുന്നു, കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കേൾക്കുന്നു, കുറച്ച് സെറ്റാണ്, നമ്മുടെ മൈൻഡൊക്കെ ക്ലിയർ ആണ്, ഫ്രീ ആണ്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവുന്നില്ല. എന്നാലും ചില കാര്യങ്ങളോട് സംസാരിക്കുമ്പോൾ സെറ്റ് ആവുന്നില്ല. ദേഷ്യമൊക്കെ മാറി, എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന എവിടുന്നാണ്? കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ആയിട്ടില്ല. ഒരു 70% വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 30% ഈ ഇമോഷണൽ ഹീലിംഗ് ആണ്, കംപ്ലീറ്റ് ഹീലിംഗ് ആണ്. ഈ കംപ്ലീറ്റ് ഹീലിംഗിന് പാട് അവിടെ ഉണ്ടാവുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും അത് തേട്ടി ഇങ്ങനെ വരും. ഹലോ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ, എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, എന്നാൽ ലീവ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. താങ്ക് യു പറയാൻ കഴിയണില്ല. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം. ക്ലോസ് ചെയ്തോളൂ, ലീവ് ചെയ്തോളൂ. അപ്പൊ എല്ലാവർക്കും നന്ദി കേട്ടോ, എല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ. Thank you, sir. Thank you, sir.